ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന്റെ ശബ്ദമായി മാറുവാൻ ഇടയാകേണ്ടതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കരങ്ങൾ തട്ടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീസസ് ലവ് ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ ഈ സുവിശേഷ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തിലെ നല്ലവരായ എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വിശേഷാൽ ഈ ആത്മീയ യോഗത്തിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ഭവനത്തിലുള്ള പ്രിയമുള്ളവർ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. വളരെ പ്രിയമുള്ള ദൈവദാസന്മാർ, സഹോദരങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല റാന്നിയിലെ പ്രിയ ജെയിംസ് ചാൻ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, പ്രിയ ഷാജി പാഷ, കാർത്തികൻ പാഷ, എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ടീമിൽ അത്യുദ്ധാനം ചെയ്യുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ടല്ലോ. ഈ ടീമിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രസിഡന്റ് പ്രിയ ജോർജ് കുട്ടി അവറുകൾ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ യേശുദാസ് പാസ്റ്റർ, അദ്ദേഹത്തിനും ക്രിസ്തുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്ക് മുന്നമേ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ ശിവരാജ് അവറുകൾ, ബഹുമാന്യ ദൈവദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗം വളരെ അനുഗ്രഹീതമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ജോൺ തോമസ് അവറുകൾ പ്രിയ ഭാഷകൻ ക്രിസ്തുവിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. വളരെ മനോഹരമായി ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് മാറ്റുകൂട്ടുവാൻ, പരിശുദ്ധാത്മാവിൽ ഈ ശുശ്രൂഷകളെ മുന്നോട്ട് നയിക്കുവാൻ ദൈവാത്മാവിനാൽ നമുക്കൊരുക്കപ്പെട്ട ഗായിക സംഘത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരായ പ്രിയ അഖിൽ പാസ്റ്റർ, സാം പാസ്റ്റർ, പ്രിയ ജെറിനെ കീബോർഡ് പ്ലേ ചെയ്ത കർത്താവിന്റെ ദാസൻ ദിലു, എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഈ ദേശത്ത് ഇപ്രകാരം ടീമിന്റെ പേരിൽ ഒരു സുവിശേഷ യോഗത്തിൽ കർത്താവിന്റെ വചനത്തെ പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കിയല്ലോ. മുഖാന്തരമായി തീർന്ന എല്ലാ ടീമിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവമായ കർത്താവ് ഈ ശുശ്രൂഷ ദേശത്തിന് അനുഗ്രഹമാക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്നത്തെ പ്രഭാഷണത്തിന് ആസ്പദമായി വിശുദ്ധ തിരുവെഴുത്തുകളിലെ ഒരു വേദവാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിനാൽ എഴുതപ്പെട്ട സുവിശേഷം അതിന്റെ 19-ാം അധ്യായം 3-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ച് വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം തമ്മിൽ കാണും നാൾകൾ വിദൂരമല്ല, സമയമാം ഓടുന്നു വേഗമാ. നാം തമ്മിൽ കാണും നാൾകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. ഭീകരമാകും മൃതിയുടെ നിശബ്ദത ഭീതിപ്പെടുത്തുന്നു.
ഹൃദയുടെ നിശബ്ദത പീഡിപ്പെടുത്തുന്നു മാനവരെ. ഭാഗ്യമാണെൻ മരണം, ഞാൻ ഭാഗ്യനാട്ടിൽ പോകുമേ. ഭാഗ്യമാണെൻ മരണം, ഞാൻ ഭാഗ്യനാട്ടിൽ പോകുമേ. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല. സമയമാം രഥം ഓടുന്നു വേഗമായി. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല. സമയമാം രഥം ഓടുന്നു വേഗമായി. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് വായിക്കപ്പെട്ട ദൈവവചനത്തിനെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കുവാൻ കഴിയാത്ത നിലകളിൽ നമ്മുടെ മാനസികമായ ആഗ്രഹങ്ങൾ ചിന്തകൾക്കും അപ്പുറമായി നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹനീയ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകുവാൻ, ഇന്ന് രാത്രി അനേകർ യേശുവിന് വേണ്ടി തങ്ങളുടെ ഹൃദയത്തെ വേർതിരിക്കുവാൻ, ഈ വചന നിമിത്തം അനേക വിടുതലുകൾ ദേശത്ത് സംഭവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ആമേൻ അധരങ്ങളെ തുറന്ന് ആമേൻ ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും ദൈവസന്നിധിയിൽ മൗനമായിരിക്കാതെ എല്ലാവരും അധരങ്ങളെ തുറന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി നമ്മെ വീണ്ടെടുത്തു, നമ്മെ രക്ഷിച്ച, നമ്മെ രക്ഷയ്ക്ക് കാരണമാക്കി തീർത്ത ആ നല്ല കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരപ്പെടട്ടെ. ഈ ദേശത്ത് ദൈവാത്മാവിന്റെ സാന്നിധ്യം പകരപ്പെടട്ടെ. ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകുവാൻ, ഭൂതങ്ങൾ ഇറങ്ങിയോടുവാൻ, വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ നടുവിൽ നടക്കുവാൻ, അവൻ വലിയ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുവാൻ, വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ദൈവത്തെ സ്തുതിച്ച് മടങ്ങിപ്പോകുന്നവരായി തീരുവാൻ ഇന്ന് രാത്രി എല്ലാവരും ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കഴിയുമങ്ങളെ കരങ്ങളെ ചേർത്തെടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാകിയാൽ ഒരു മനുഷ്യന്റെ മഹത്വം വെളിപ്പെടാതെ, ഒരു സംഘടനയുടെ മഹത്വം വെളിപ്പെടാതെ, ഒരു ദേശത്തിന്റെ മഹത്വം വെളിപ്പെടാതെ ഇന്ന് രാത്രി സാക്ഷാൽ ദൈവപുത്രന്റെ മഹത്വം വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുവാൻ, ഒരു പുരുഷത്തിയോട് ഇന്ന് രാത്രി നമ്മൾ മടങ്ങിപ്പോകുവാൻ, വലിയ ദൈവങ്ങളുടെ ആനന്ദം നമ്മൾ അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രി ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ നന്ദി പറഞ്ഞാട്ടെ. ഒരക്ഷമോട് പറ്റി അച്ഛനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ദീർഘനാളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ദീർഘനാളുകളെ ദൈവസന്നിധിയിൽ കരയുന്ന വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചന ശുശ്രൂഷയിൽ നമ്മളെ ഇടപെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് രാത്രി ഇവിടെ ഒരു സുവിശേഷ യോഗം നടക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാകിയാൽ ആമേൻ. ഞങ്ങൾക്ക് മുമ്പേ വചനം പറയുന്നത് പോലെ 2-3 പേർ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത് യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുൻനിർണയത്തിൽ പെട്ടതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ മുമ്പോട്ട് ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആവശ്യമായി ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആവശ്യമായി ആലോചന പകർന്നു തരണമേ. ജനത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവത്തേക്കാൾ അധികമായി പരിശുദ്ധാത്മാവിൽ ഒന്നുകൂടി ശക്തിപ്പെട്ട് ഒരു നിറവിൽ
ഈ അനുഭവത്തിൽ ഒരു വഴി കൂടി കടന്നു വരുവാൻ, ആമേൻ, ചില സൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ, ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ചുറ്റുപാടുകളുടെ ഭവനങ്ങളോട് വിശേഷമായി ദൈവാത്മാവ് ഇടപെടുമാറാകണമേ. വലിയ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വലിയ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് അനേക ഭവനങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് വിടുതലിന് കാരണമായി സർവശക്തൻ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കട്ടെ. മുഴുവൻ മഹത്വവും അങ്ങെടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നാം വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ വായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ച് വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. മതി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയുടെ ആധാരം, ചിന്താവിഷയം എന്ന് പറയുന്നത് യേശു എങ്ങനെയുള്ളവൻ എന്നുള്ളതാണ്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം നമ്മെ സംബന്ധിച്ച് ഏറെ ജീവന് തുല്യം നാം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതാണ്. ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മാറ്റങ്ങൾക്ക് വിധേയമല്ല. സ്വർഗത്തിലും ഭൂമിയിലേക്കും എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇത് അനേക വ്യക്തികൾക്ക് മാറ്റങ്ങൾ നൽകി തന്നിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ വചനത്തിന് രൂപാന്തരം സംഭവിക്കുന്നില്ല. അനേക വ്യക്തി ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തിയതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ വചനത്തിന് ബന്ധനമില്ല. ദൈവവചനം അനേക ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയാട്ടെ. ചില രൂപാന്തരങ്ങൾ സംഭവിക്കുവാൻ, ചില ബന്ധനങ്ങളെ അറുത്തുമാറ്റുവാൻ, ചില മാറ്റങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശുശ്രൂഷ അനേകർക്ക് വിടുതലായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. സ്തോത്രത്തിന്റെ ആത്മസ്നേഹിതന്മാരായ കർത്താവിന്റെ ദാസന്മാര് പ്രിയ അനീഷ് രാമകാലം, പക്ഷെ ജിനു ലാസർ എന്നിവർ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടല്ലോ. ക്രിസ്തുവേശുവിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയപ്പെടാത്ത, രൂപാന്തരങ്ങൾ സംഭവിക്കാത്ത, അനേകരുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ അറുത്തുമാറ്റിയ ഈ സുവിശേഷത്തിനായി കരമുയർത്തി രംഗത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയതാണ് നമ്മുടെ വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. സ്തോത്രം. ഒരു കാലത്ത് ഈ വചനത്തിന് വിരുദ്ധമായി നടന്ന ആളുകളാണ് നമ്മള് പല ആളുകളും. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്തെന്നറിയാതെ, പള്ളി എന്തെന്നറിയാതെ, പാതിരി എന്തെന്നറിയാതെ ആമൻ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് നടന്നൊരു കാലം കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പറയുവാനുണ്ട്. ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നു. മുമ്പേ നാം പാപികളും നിഷ്ഠൂരന്മാരുമായിരുന്നു. ആമൻ. അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ സുവിശേഷത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് ആമൻ മഹത്വകരമായി ശുശ്രൂഷ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഉയർത്തപ്പെടുന്നത് ആമേൻ സ്തോത്രം ഒരു മനുഷ്യന്റെ നാമമല്ല. ഇവിടെ ഉയർത്തപ്പെടുന്നത് ഒരു സംഘടനയുടെ നാമമല്ല. ഇവിടെ ഉയർത്തപ്പെടുന്ന മറ്റേതിലും അനുതര സാധാരണമായ ഏതെങ്കിലും വിഷയങ്ങളോ ഏതെങ്കിലും തത്വസംഹിതകളെയല്ല ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവിനെയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ അവൻ യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി നാം കടന്നു വന്നത് യേശുവിനെ ഉയർത്തുമ്പോൾ യേശു നമ്മെ ഉയർത്തുവാനിടയാകുക. യേശുവിനെ മാനിക്കുമ്പോൾ യേശു നമ്മെ മാനിക്കുവാനിടയാകുക. ഇന്ന് രാത്രി ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ തള്ളപ്പെട്ട അനുഭവത്തിൽ അപമാനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ മാനിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെയും മാനിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ മാന്യതയോടെ നടത്തുവാനിടയായത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ലോകത്തിൽ പറയുവാൻ കഴിയത്തില്ല. ലജ്ജയായതിനെ മാനമായി കൊണ്ടു നടന്ന ഒരു കാലം എല്ലാവർക്കും ഇവിടെയുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന പുറത്തുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് മാന്യത കൈവരണമെങ്കിൽ നിങ്ങൾ ഇന്ന് നടക്കുന്ന വഴികളെ വിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ ഈ സനാതനമായ സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത്
കൂട്ടുകാരുടെ വർത്തമാനം കേൾക്കുന്നതിനായി നിങ്ങൾ തള്ളിക്കളയാതെ ഇതിനെ സാക്ഷാൽ ദൈവത്തിന്റെ വചനമാകുന്നത് പോലെ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വിടുതൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടയാകും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച തിരുവചനം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 3-ാമത്തെ തിരുവെഴുത്താണ്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 3-ാമത്തെ തിരുവെഴുത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഒരു ക്രൈസ്തവരായ ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ക്രൈസ്തവേതരായ എല്ലാ ആളുകൾക്കും ഈ വേദഭാഗത്തെ പറ്റി അറിയുവാൻ സാധ്യതയുണ്ട്. കാരണം സക്കായി എന്ന് പറയുന്ന ആ കാര്യത്തെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ വേദഭാഗത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ നമ്മളോടും ഇടപെടുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ഈ പന്തലിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോടും ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അപ്പോൾ തന്നെ സ്തോത്രം, സുവിശേഷ യോഗത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം അനേകർ യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. ഈ സുവിശേഷ സന്ദേശം പുറത്തുള്ളവർക്കും ദൈവത്താൽ അനുഗ്രഹമായി തീരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് ശ്രമിച്ചു. യേശു കർത്താവ് യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ അല്പനിമിഷം ശാന്തമായി ഈ ദൈവവചന ചിന്തകളെ ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആരെയും ദൈവം ആമേൻ നിരാശയോടെ മടക്കി വിടത്തില്ല. ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് തല കുമ്പിട്ടിട്ട് പോകേണ്ട ആവശ്യം ഇന്ന് വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അവങ്കലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് രാത്രി ലജ്ജിതരായി പോകുവാനല്ല ദൈവത്തിന് ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പദ്ധതി. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ലജ്ജിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയേക്കാം. കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ തല താഴ്ത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയേക്കാം. ഈ രാത്രി നിങ്ങളുടെ ജയത്തിന്റെ രാത്രിയാ. കാരണം നാം സേവിക്കുന്നത്, നാം ഉയർത്തുന്നത് ജയിച്ച കർത്താവിനെയാണ്, പരാജയപ്പെട്ട യേശുവിനെയല്ല. ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്നത് ജയിച്ച യേശുവിനെയാണ്. ആ യേശു ഇന്ന് രാത്രി നമ്മുടെ ഉള്ളത്തിൽ വസിക്കുക. ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനായ യേശു ഈ രാത്രിയിൽ നമ്മോടുകൂടെ ഉള്ളതിനായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പൗലോസ് പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഈ രാത്രി മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ സ്വന്തം ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുവാനല്ല ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും സിനിമാ നടന്മാരെ ആമൻ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടക്കുന്നവരല്ല. ഏതെങ്കിലും സ്പോർട്സ് താരങ്ങളെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നവരല്ല. ആമൻ ലോകത്തെ ഒരു വാക്കിനാൽ ഉളവാക്കിയവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ, ആമൻ ആ യേശുവിനെ ഭരിച്ചവരിൽ നിന്ന് ആമൻ ഉയർപ്പിച്ച യേശുവിനെയാണ് ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്ന, രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് കടന്നിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. യേശു യെരിഹോ വിട്ട് സ്തോത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗം തുടങ്ങുമ്പോൾ യേശു യെരിഹോവിൽ നിന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ആമൻ ബഹുമാനപ്പെട്ട ആദരണീയനായ കേരള മുഖ്യമന്ത്രി ഇതിലെ ഒരു സാധാരണ വ്യക്തിയെ പോലെ നടന്നു പോകുന്നു എന്ന് ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ച് ഇവിടെ ഇരിക്കുന്ന ആരും എങ്ങനെ ഇരിക്കത്തില്ല. എല്ലാവരും മനീഷ് വല്ലപ്പാസിന്റെ പ്രസംഗങ്ങൾ ഓടും കേരള മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി. ഇന്ന് രാത്രി അത് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, സ്തോത്രം, യേശു കർത്താവ് നമ്മുടെ സമീപത്തുണ്ടെന്നറിഞ്ഞാൽ, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്നറിഞ്ഞാൽ, യേശു ഇതിലെ കടന്നു പോകുന്നുവെന്നറിഞ്ഞാൽ ഇന്ന് രാത്രി ആരും തങ്ങളുടെ അവസരത്തെ നഷ്ടപ്പെടുത്തരുത്. ആരും തങ്ങളുടെ അവസരത്തെ ദുർവിനിയോഗം ചെയ്യരുത്. ആ അവസരത്തെ മുറുകെ പിടിക്കുവാൻ കഴിയണം. യേശു നമ്മുടെ കൂടെയുള്ളതിനാൽ ഇന്ന് രാത്രി ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ സാന്നിധ്യം കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ
ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുവാനിടയായി തീർന്നു. അപ്പൊ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ കണ്ടപ്പോൾ കൂടെ നിന്ന് ശിഷ്യന്മാർ അവനോടൊപ്പം കടന്നു പോകുവാനിടയായി തീർന്നു. ഈ രാത്രി ശ്രദ്ധിക്കണമേ, അവൻ യേശു നമ്മുടെ സമീപത്തുണ്ട്, അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. സ്വത്രം അവനെ കിട്ടിയിട്ട് അവനെ ഉപയോഗിക്കുവാൻ കഴിയാതെ പറഞ്ഞു വിടരുത്, അവനെ സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയങ്ങളോടും പരിശുദ്ധാത്മാവിൽ പറയട്ടെ, എല്ലായ്പ്പോഴും ഈ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയണമെന്നില്ല. അവൻ കർത്താവ് നമ്മുടെ അടുത്തുള്ളപ്പോൾ അവനെ സ്വീകരിക്കുവാൻ കഴിയണം. കാരണം നാളെ എന്ന് പറയുന്നത് നമുക്കുണ്ടായി എന്ന് വരത്തില്ല. ഇന്നൊരു പക്ഷേ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവർ ഒരു പക്ഷേ ആവശ്യത്തിന് കായികബലമുള്ളവർ കേൾക്കുന്നുണ്ടാകാം, ഒരു വശത്തെ ഒട്ടനവധി സമ്പാദ്യങ്ങളുള്ളവർ കേൾക്കുന്നുണ്ടാകാം, ഒരുപാട് ബന്ധുബലമുള്ളവർ ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടാകാം. സ്നേഹിതാ, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, താങ്കളുടെ ബന്ധുബലവും താങ്കളുടെ സമ്പാദ്യവും താങ്കളുടെ വലിയ വീടും താങ്കളുടെ വലിയ മാളികയും താങ്കൾ നേടിയെടുത്ത പലതും ചിലതുമൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകാം. അതുകൊണ്ട് നിത്യതയിലേക്ക് നിങ്ങളെ നടത്തുവാൻ കഴിയുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അസുലഭമായ സന്ദർഭത്തെ തള്ളിക്കളയാതെ ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കല് യേശു കർത്താവ് കടന്നു പോകുമ്പോ, യേശു കടന്നു പോകുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്നതേ അല്ല. യേശു ഒരു സ്ഥലത്തുകൂടി നടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾ യേശുവിന്റെ പിന്നിലൂടെ കടന്നു പോകും. ഒത്തിരി ആളുകൾ യേശുവിന്റെ കൂടെ പോയാൽ അപ്പം കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. യേശുവിന്റെ കൂടെ പോയാൽ രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. യേശുവിന്റെ കൂടെ പോയാൽ പല നന്മകൾ പ്രാപിക്കുമെന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ തന്നെ യേശുവിന്റെ കൂടെ പോയാൽ നിത്യതയുടെ തിരുമൊഴികളെ കേൾക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ആളുകളുമുണ്ട്. അപ്പൊ ബഹുപുരുഷാരം യേശുവിന്റെ പിന്നാലെ നടന്നു പോകുകയാ. ഈ സമയം കൂടെ യേശുവിന്റെ ശിഷ്യന്മാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ സമയത്താണ് ഒരു വലിയ നിലവിളി കേൾക്കുന്നത്. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരാൾ ഉറക്ക നിലവിളിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആവർത്തിച്ച് നിലവിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് ആവർത്തിച്ച് നിലവിളിക്കുന്നത് കാണുവാനിടയായി. അവന്റെ ആ നിലവിളി കണ്ടിട്ട് പല ആളുകളും അവനെ ശകാരിച്ച് അവിടെ ഒതുക്കുവാൻ ശ്രമിച്ചു എങ്കിലോ അവൻ സ്വത്രം അവന്റെ നിലവിളി സ്വത്രം യേശുവിന്റെ കാതിലെത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും നിലവിളിക്കാൻ കഴിയുന്നത് വരത്തില്ല. ഒരുപക്ഷെ പല ആളുകൾ നിങ്ങളുടെ ചുറ്റുമിരുന്നിട്ട് നിങ്ങളുടെ നിലവിളിയെ മൂടത്തക്ക നിലകളിൽ ഉണ്ടായേക്കാം. പക്ഷെ ഇതിനകത്ത് ഹൃദയമുണ്ട്, ശബ്ദം പുറത്തു വരാൻ കഴിയാത്ത നിലകളിൽ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന ചില ആളുകളുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ നിലവിളി ഒരുപക്ഷെ പുരുഷാരം കേട്ടെന്ന് വരത്തില്ല, ഒരുപക്ഷെ മറ്റുള്ളവർ കണ്ടെന്ന് വരുന്നില്ല, ഒരുപക്ഷെ ഉപദേശമാരി കേട്ടെന്ന് വരത്തില്ല. പക്ഷെ കേൾക്കേണ്ട ചെവിയിൽ ആ നിലവിളി എത്തിയിട്ടുണ്ട്. കേൾക്കേണ്ടവന്റെ ചെവിയിൽ ആ നിലവിളി എത്തിയിട്ടുണ്ട്. അവൻ രാത്രി കാലങ്ങളിൽ അവൻ ആരും അറിയാതെ നീ കരഞ്ഞത്, അവൻ ബാത്റൂമിൽ കയറി നീ താപ്പ് തുറത്തിട്ട് അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചത്, അപ്പൊ ആരുണ്ട് എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ നിലവിളിച്ച നിലവില് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നിന്റെ ശബ്ദത്തെ കേൾക്കുകയാ. നിന്റെ കണ്ണുനീര് അവന്റെ തുരുത്തിയിലുണ്ട്. നിന്റെ ഉഴൽച്ചകളെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയില ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം എടുക്കാമോ? വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കർത്താവിന് മഹത്വം എടുക്കാമോ? ഇന്ന് രാത്രി ചില ആളുകളുടെ കരച്ചില് കർത്താവ് കേൾക്കുകയാണ്. Praise to Jesus. Hallelujah. ഈ മനുഷ്യൻ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ലഭിച്ച അവസരത്തെ നഷ്ടമാക്കിയില്ല. ഈ രാത്രിയിൽ സ്തോത്രം, നിങ്ങൾക്ക് പല ആവശ്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവാണ് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ കൂട്ടിവരുത്തിയതെങ്കിൽ, ദൈവാത്മാവാണ് നിങ്ങൾ ഇവിടെ കൂട്ടിവരുത്തിയതെങ്കിൽ, ആമേൻ, നിങ്ങളുടെ നിലവിളിയുടെ മറുപടി ഇന്ന് രാത്രി ദൈവം നൽകി തരാൻ പോകുക. നിങ്ങളുടെ നിലവിളിയുടെ മറുപടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകി തരാൻ പോകുക. സ്തോത്രം, ആ മനുഷ്യൻ തനിക്ക് ലഭിച്ച അവസരത്തെ നഷ്ടമാക്കി കളയാതെ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ഈ രാത്രി ഇവിടെ ഇരുന്ന് ഒരുപക്ഷെ നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഒരുപക്ഷെ ഈ ശബ്ദം കേട്ട് ഭവനത്തിന്റെ ഉള്ളറകളിൽ ഇരുന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്നെ ശ്രദ്ധിക്കുന്ന, നിന്നെ അറിയുന്ന, നിന്നെ കാണുന്ന ആളുകൾ ഒരുപക്ഷെ പറയും, നിനക്ക് ഭ്രാന്ത, നിനക്ക് വട്ടുപിടിച്ചു, നിനക്ക് ഭ്രാന്ത, ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് പലരും പറയുമായിരിക്കും. പക്ഷെ അപമാന വിഷയമെന്ന് ചിന്തിക്കുന്നതിന്റെ നടുവില് ആമൻ ലജ്ജ കൂടാതെ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായാൽ ആ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആമൻ നിലവിളിക്കുമ്പോൾ ഒരുപക്ഷെ ആമൻ നാട്ടുകാർ നിന്നെ കളിയാക്കിയെന്ന് വന്നേക്കാം, കൂടിയിരിക്കുന്നവർ കളിയാക്കിയെന്ന് വന്നേക്കാം. പക്ഷെ നിന്റെ നിലവിളി എത്തേണ്ടവന്റെ അടുക്കലെത്തുകയാണ്. ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു. അവന്റെ നിലവിളി കർത്താവിന്റെ കാതുകളിൽ എത്തുവാനിടയായി. യേശുവിന്റെ കാതുകളിൽ ആ നിലവിളി എത്തിയപ്പോൾ സ്തോത്രം, യേശു അവന് വേണ്ടി നിൽക്കുവാനിടയായി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാത്രിയാകട്ടെ. ഈ നിമിഷം ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാത്രിയാകട്ടെ. ഇവിടുത്തെ പണ്ഡിതനും ഇവിടുത്തെ പണക്കാരനും ഇവിടുത്തെ നേതാക്കന്മാരും ഒക്കെ നിന്നാൽ ഒരുപക്ഷെ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് യേശു നിന്നാൽ, നിനക്ക് വേണ്ടി നിന്നാൽ നിന്റെ ജീവിതത്തിൽ നൽകത്തരും. അവൻ യേശു നിന്റെ ശബ്ദത്തിന് കാതോർക്കുന്നുണ്ട്. നിലവിളിക്കാൻ തയ്യാറാണോ? അവൻ ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രി യേശു നിന്റെ കണ്ണുനീർ നിലവിളിയെ കാണുന്നുണ്ട്. സ്തോത്രം, തനിക്ക് ലഭിച്ച അവസരം അവൻ നഷ്ടമാക്കാതെ നിലവിളിക്കുവാൻ തയ്യാറായി. നിങ്ങൾ നോക്കി, ഒരു പക്ഷേ ഇതിനു മുമ്പ് അവൻ ഒത്തിരി പ്രാവശ്യം നിലവിളിച്ച് കാണുമായിരിക്കും. ആമേൻ, സ്തോത്രം. അവനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് അവന്റെ പുതപ്പൊക്കെ അവന്റെ പുറത്തിട്ട്, താഴെയും ഒരു പുറത്തിട്ട്, അനേകരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ചില്ലറ തുട്ടുകളൊക്കെ കിട്ടേണ്ടതിന് വേണ്ടി ഒരുപക്ഷെ വല്ലവും തരണേ എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ച് ചരിത്രങ്ങൾ ഉണ്ടാകാം. ആമേൻ, ആരെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ചരിത്രങ്ങൾ ഉണ്ടാകാം. സ്തോത്രം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു. ആമേൻ, കഴിഞ്ഞ നാളുകളിൽ ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ്, ആമേൻ, എവിടെ പോയി എനിക്ക് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ്, എവിടെ ചെന്ന എന്റെ അവസ്ഥകൾക്ക് മാറ്റം കിട്ടുമെന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ നീ കയറി ഇറങ്ങിയില്ലേ? നീ നടത്താത്ത നേർച്ച കാഴ്ചകളുണ്ടോ? നീ നടത്താത്ത വഴിപാടുകളുണ്ടോ? നിന്റെ അർപ്പണങ്ങളും നിന്റെ തർപ്പണങ്ങളും നിന്റെ യാഗയോഗ കർമാദികളും നിന്റെ തീർത്ഥയാത്രകളും പദയാത്രകളും നിന്റെ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളുമെല്ലാം നിഷ്ഫലമായി പോയെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ തയ്യാറായ ആമേൻ, സ്തോത്രം, ഒരിടത്തും നിനക്ക് ലഭിക്കാത്ത സന്തോഷം, ഒരിടത്തും നിനക്ക് ലഭിക്കാത്ത രക്ഷ, ഒരിടത്തും ലഭിക്കാത്ത ആമേൻ ആശ്വാസം ഇന്ന് രാത്രി യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുവാനിടയാകും. അവൻ നിലവിളിക്കവന്റെ അരികിൽ വന്ന്, നിലവിളിക്കേണ്ടവന്റെ അരികിൽ വന്ന് നിലവിളിച്ചെങ്കിൽ മാത്രമേ പ്രയോജനം ലഭിക്കുവാനിടയാകത്തുള്ളൂ. സ്തോത്രം, ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാലോ ആമേൻ, അനേക ഇടങ്ങളിൽ പോയി നിലവിളിച്ചതാ, അനേക ഇടങ്ങളിൽ നടന്നതാ, ഈ ലോകത്തിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ നടന്ന് ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി മനുഷ്യനും ദൈവങ്ങളും രക്ഷിക്കുവാനില്ലാതെ വന്നപ്പോൾ രക്ഷിച്ച ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമം നിങ്ങളെ വിടുവിക്കുവാനാകട്ടെ. യേശുവിനെ നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുക. നിങ്ങളുടെ വിഷയം എത്ര വലിയതാണെങ്കിലും, എത്ര പഴക്കം ചെന്ന വിഷയമാണെങ്കിലും, ആരും എന്നെ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ച വിഷയമാണെങ്കിലും ഈ രാത്രി യേശുവിന്റെ കരങ്ങളിലേക്ക് കടന്നു കൊടുക്കുവാൻ തയ്യാറായാൽ, സർവശക്തൻ നിങ്ങളുടെ വിഷയത്തെ കരങ്ങളിൽ എടുത്താൽ നിങ്ങളെ അതിശയകരമായി ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ എത്തിപ്പെട്ട ആരും നശിച്ചു പോയ ചരിത്രമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മള് മദ്യപിച്ച് നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? വെറുക്കൂത്തുകളിലൂടെ നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? വ്യഭിചാരങ്ങളിലൂടെ നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അസാൻമാർഗികവും അധാർമികവുമായ തലങ്ങളിലൂടെ നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർ ആ തലങ്ങളിൽ നിന്ന് എന്നും എത്തിയിട്ടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, മദ്യപിച്ച് 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 ഞാനൊരു വലിയ 2 നില വീട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആരെയും ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. നീ ലക്ക് കെട്ട് മദ്യപിച്ച് നിനക്ക് തോന്നിയ രീതിയിൽ നടന്നിട്ട് 4 കാലിൽ കയറി വരുമ്പോൾ നിനക്കൊരു ഭാര്യ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നീ പറയുമായിരിക്കും, എന്റെ പൊന്നുപദേശി, ഇത്തിരിയെങ്കിലും ഒരു സമാധാനമൊക്കെ കിട്ടേണ്ടതിന് വേണ്ടിയാണ് ഞാൻ വൈകുന്നേരങ്ങളിൽ ഇത്തിരി അടിക്കുന്നത് എന്ന് പറയുമായിരിക്കും. നിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന ഭാര്യ സമാധാനത്തോടെയാണോ ജീവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നീ അന്വേഷിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടെന്ന് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ നിന്റെ കാര്യം മാത്രം നടക്കുമ്പോൾ നിന്റെ ഭാര്യയെ പറ്റി കുഞ്ഞുങ്ങളെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ രാത്രി പരിശുദ്ധാത്മാവിനെ ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ, സ്നേഹിത, മദ്യപാനത്തിന്റെ അവസ്ഥയിൽ നിന്ന് താങ്കൾ മടങ്ങി വരിക.
മദ്യപാനത്തിൽ നിന്നെ നശിപ്പിച്ചു കളയും. ഈ സമാധാനം കിട്ടാനാണെങ്കിൽ വീട്ടിൽ സമാധാനമില്ലാത്ത ചിലരുണ്ടല്ലോ. നീ ഒരു വലിയ ബുൾബോട്ടിൽ മേടിച്ചോണ്ട് വരുമ്പോൾ ഒരു കൊച്ചുകുപ്പി മേടിച്ച് വീട്ടിലുള്ളവർക്കും കൂടെ കൊടുക്കാത്തതുണ്ടോ? അല്ലെങ്കിൽ വലിയൊരു കുപ്പി അങ്ങ് മേടിക്കുക, വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കൂടെ കൊടുത്ത് ഒരുമിച്ച് കുടിക്കാത്തത് എന്താ? നിനക്കറിയാം മദ്യം വിഷമാണെന്ന്, മദ്യം നന്നാക്കുന്നതല്ലെന്ന് നിനക്കറിയാം. അറിഞ്ഞുകൊണ്ട് ഈ വിപത്തിലേക്ക് നടന്നു പോകുമ്പോൾ താങ്കൾ മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ താങ്കൾ ഇവിടുത്തെ ഏതെങ്കിലും നേതൃത്വങ്ങളോ സംഘടനകളോ ഇസങ്ങളോ ഇവിടുത്തെ ഏതെങ്കിലും ഡി അഡിഷൻ സെന്ററുകളോ ഒന്നും ഈ മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായിട്ടും വിടുവിക്കുവാൻ കഴിയത്തില്ല. ഞങ്ങളും അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ ആ തലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ആളുകളാണ്. ഈ ലോകത്തിൽ ഒന്നിനും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുവാനിടയായി, സുവിശേഷം ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാനിടയായി. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദേശത്തോട് പറയട്ടെ, ഈ മദ്യപാനമൊന്ന് നിർത്തണമെന്നും കുടുംബം നന്നായി കാണണമെന്നും ഹൃദയ തേജന്റെ സഹോദര, നിനക്ക് രക്ഷപ്പെടുവാനുള്ള ഒരുപക്ഷെ അവസാനത്തെ സന്ദേശമായിരിക്കാം ഇന്ന് രാത്രി ഇവിടെ ഞാൻ ഉയർത്തുന്നത്. നിന്റെ കർണപുടത്തിൽ വന്നടിക്കുന്ന ഈ സന്ദേശം വെറുതെ കേട്ട് തള്ളിക്കളയരുത്. നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായിരിക്കാം. അതുകൊണ്ട് ഇത് നീ ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുവാനിടയാകും. നോക്കി, ആ കുരുടനായ മനുഷ്യൻ, നമ്മളെല്ലാം കുരുടനായ മനുഷ്യനെ അവിടെ നിർത്തിയിട്ടാണ് മദ്യപാനിയുടെ പുറകെ പോയത്. തിരിച്ചു നമുക്ക് കുരുടന്റെ അടുത്ത് വരാം. കുരുടനോ നമ്മെ നോക്കി നിൽക്കുക. കുരുടൻ നിലവിളിക്കണം തയ്യാറായി. അവന്റെ നിലവിളി കേട്ട് യേശുവിന്റെ അരികിൽ വന്നു. യേശുവിന്റെ അരികിൽ വന്നിട്ട് അവന് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ പറഞ്ഞു. അവന് കാഴ്ചയുണ്ടായി. അവൻ ചെയ്തൊരു കാര്യമുണ്ട്. അവൻ ആ പുതപ്പെടുത്ത് എറിഞ്ഞിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ ആളുകൾ യേശുവിനെ അറിഞ്ഞിട്ട് യേശുവിന് വേണ്ടി നിന്നിട്ട് ഇന്നും ആ പഴയ പുതപ്പും കൊണ്ട് നടക്കുകയാണെങ്കിൽ, പഴയ ജീവിതചര്യയിലൂടെ നടക്കുകയാണെങ്കിൽ, നിന്നോടും കൂടിയാണ് ഇന്ന് രാത്രി ദൈവം ഈ സന്ദേശം പറയുന്നത്. ഈ സന്ദേശത്തിൽ നിന്നോടുമുള്ള ദൈവത്തിന്റെ ദൂതുണ്ട്. പഴയ യേശുവിനെ അറിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ദൈവത്തെ കബളിപ്പിച്ച, നാട്ടുകാരെ കബളിപ്പിച്ച്, ഉപദേശം കൽപ്പിച്ച് നടക്കുന്ന നിന്നോട് ദൈവമാവ് പറയുന്നു, നീ മടങ്ങി വരണം, നീ മടങ്ങി വരണം. നിന്റെ നിത്യത വലിയതാ. നിനക്ക് വേണ്ടി മുതല മുടക്കിയ ഒരു യേശുവുണ്ട്. നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ അരികിലേക്ക് നീ മടങ്ങി വരണം. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്ന ഉറപ്പിലായിരുന്നു കടന്നു പോകുന്ന യേശു. സ്തോത്രം. കടന്നു പോകുന്ന യേശു അറിഞ്ഞപ്പോ ആ യേശുവിനെ തള്ളിക്കളയാതെ, യേശുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ പുറംതിരിഞ്ഞ് നടക്കാതെ യേശുവിന് വേണ്ടി ചുവടെടുത്ത് വെച്ച രണ്ടുപേരുടെ കാര്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ആ പ്രധാന ഭാഗമെന്ന് പറയുന്നത്, സ്തോത്രം, യേശു എങ്ങനെയുള്ളവൻ എന്നുള്ളതാണ്. അതിന്റെ ഒന്നാമത്തെ കുറിപ്പാണ് നമ്മൾ വായിച്ചത്. കടന്നു പോകുന്ന യേശുവിനെ പറ്റി നമ്മൾ കണ്ടത്. ഈ കടന്നു പോകുന്ന യേശുവിനെ കണ്ടപ്പോ ഒരു മനുഷ്യൻ, ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു മനുഷ്യൻ, അവൻ ധനവാനുമാണ്. ഈ മനുഷ്യൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ, ഇവന് മറ്റൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് കുഴപ്പങ്ങൾ ഈ മനുഷ്യൻ. ഒന്ന്, ഇവന് പൊക്കം വളരെ കുറവാണ്. സ്തോത്രം. പൊക്കം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവനൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പുരുഷാരം നിമിത്തം യേശുവിനെ അവന് കാണുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇവന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പൊക്കം കുറവാ. സ്തോത്രം. ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൊക്കമോ, നിങ്ങളുടെ വണ്ണമോ, നിങ്ങളുടെ ഉയരമോ, നിങ്ങളുടെ ആരോഗ്യമോ, നിങ്ങളുടെ വന്ന പശ്ചാത്തലമോ, നിങ്ങളുടെ യാതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിനക്ക് യേശുവിനെ വേണമെന്ന് ആഗ്രഹമുണ്ടോ, നിന്നെ യേശു
സ്വീകരിക്കുവാൻ ഇടയാകും. ഒരു പക്ഷെ നിനക്ക് യേശുവിന്റെ അരികിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ വണ്ണവും നിന്റെ പൊക്കവും നിനക്കൊന്നുമില്ലെന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷെ കർത്താവ് നിന്റെ സമ്പത്ത് നോക്കിയല്ല നിന്നെ സ്നേഹിക്കുന്നത്. യേശു നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ വീട് കണ്ടിട്ടല്ല യേശു നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ കളർ കണ്ടിട്ടല്ല യേശു നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ കുലം കണ്ടിട്ടല്ല യേശു നിന്നെ സ്നേഹിക്കുന്നത്. യേശു വിലയേറിയ ഒരു ആത്മാവ് നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് യേശു നിന്നെ സ്നേഹിക്കുന്നത്. നമ്മുടെ ടീമിന്റെ വാക്യം തന്നെ നമുക്കറിയാമല്ലോ. സ്തോത്രം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മാവിന് വേണ്ടിയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. ഒരു കാലത്ത് ഈ ആത്മാവ് ദൈവത്തിൽ നിന്ന് നഷ്ടമായി പോകുവാനിടയായി. സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ഏദനിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. സ്തോത്രം. അങ്ങനെ സൃഷ്ടിച്ചനന്തരം ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചത് നിമിത്തം അവന് ദൈവ തേജസ്സ് നഷ്ടമായി തീർന്നു. എല്ലാ ദിവസവും ദൈവത്തോടുകൂടി സംവദിക്കുവാൻ, സംസാരിക്കുവാൻ അനുവാദമുണ്ടായിരുന്ന, സാഹചര്യമുണ്ടായിരുന്ന ഇവര് ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞപ്പം അവന്റെ പുറകെ വെച്ചു പിടിച്ചത് കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഈ രാത്രിയിലും കയ്യാലപ്പുറത്തെ തേങ്ങ പോലിരിക്കുന്ന വിശ്വാസമുള്ള സ്നേഹിത, നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് യേശു ദൈവമാണോ, യേശുവിന്റെ പുറകെ പോയിട്ട് വല്ല കാര്യവുമുണ്ടോ, യേശുവിന്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്നാ കിട്ടിയെന്ന് ആരെങ്കിലും ഒക്കെ നിന്നെ ചോദിച്ച് നിന്റെ വിശ്വാസത്തിന്റെ സ്ഥിരതയെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു, യേശു ഏക സത്യ ദൈവമാണ്. യേശു മാത്രം കർത്താവ്. യേശു അല്ലാതൊരു ദൈവമില്ല. വേദപുസ്തകം ഇങ്ങനെ അടിവരയിട്ട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറായാൽ താങ്കളും താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, ഈ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം, ഈ സക്കായി എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രത്തിന്റെ കാര്യം, ഇദ്ദേഹം ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരൻ. വലിയ ധനവാനൊക്കെ കാര്യം ശരിയാണ്, വലിയ പ്രമാണിത്വമൊക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷെ സമൂഹത്തിന്റെ ഇടയിൽ അവന് വലിയ വിലയൊന്നുമില്ലായിരുന്നു, അവന് വലിയ മാന്യതയൊന്നുമില്ലായിരുന്നു. നിനക്ക് ഒത്തിരി സമ്പത്ത് കാണും, നിനക്ക് വലിയ പ്രമാണിത്വം പറയുവാൻ കാണും, പക്ഷെ നിന്നെ പറ്റി നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ തട്ടിച്ചും വെട്ടിച്ചും നേടിയെടുത്തതല്ല, നിന്റെ അപ്പനറിയാതെ, അമ്മയറിയാതെ, നിന്റെ നാട്ടുകാരറിയാതെ, ദൈവമറിയത്തില്ലെന്ന് പറഞ്ഞ് നീ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളില്ലേ? ഇന്ന് രാത്രി അതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം ന്യായവിസ്താരത്തിൽ നീ നിൽക്കേണ്ടതായിട്ട് വരും. ഞാൻ മടങ്ങി വരാം. അപ്പൊ നിനക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നിന്നെ പറ്റി ലോകം കാണുന്ന കാഴ്ച വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ എന്തോ മിടുക്കനാണെന്നുള്ള ധാരണ താങ്കൾക്ക് ഉണ്ടായേക്കാം. യേശുവില്ലാത്ത താങ്കളുടെ ജീവിതം വളരെ ശൂന്യമാണെന്ന് ഇന്ന് രാത്രി അറിയണം. സ്വന്തം ഇവന് ഒരുപാട് പണമുണ്ട്, ഒരുപാട് പണമുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒത്തിരി പണമുള്ള സിനിമാ നടന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, അവരൊക്കെ ദാരുണമായ അന്ത്യമാണ് ഈ ലോകത്തിൽ അവർക്കെല്ലാം ഉണ്ടായത്. സ്തോത്രം. മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് വന്നതല്ല, അവനൊരു സൃഷ്ടാവുണ്ടെന്ന് തിരിച്ചറിയണം. ആ സൃഷ്ടാവിന്റെ അരിയിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണെന്ന് തിരിച്ചറിയണം. ഇവിടെ നീ നേടിയതും ചതിച്ചു നേടിയതും വെട്ടിപ്പിടിച്ചതും എല്ലാം കൊണ്ട് മണിമാലിക പണിഞ്ഞ് വലിയ സമ്പന്നനായിട്ട് നിൽക്കുമ്പോൾ അറിഞ്ഞുകൊള്ളണം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണെന്നുള്ളത്. നിനക്കൊരു ചോദ്യം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ഭരിക്കട്ടെ. സ്നേഹിത, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്ന് ചിന്തിക്കുവാൻ തയ്യാറാകണം. മരണശേഷം ഒരു ജീവിതമുണ്ടോ? മരണത്തിനപ്പുറത്തൊരു കാര്യമുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പറയുന്നൊരു പദം ഇങ്ങനെയാ, ഒരാള് ചൈനയുടെ സാധനം മേടിച്ചാൽ അവൻ 6 മാസത്തെ ഗ്യാരണ്ടി ആ കമ്പനി കൊടുക്കും. പക്ഷെ മനുഷ്യന്റെ ജീവിതം 6 സെക്കൻഡിന്റെ ഗ്യാരണ്ടി ഇല്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ
ഈ നിമിഷം ഒരു പക്ഷേ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയേക്കാം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിന് അവൻ എപ്പോൾ അവസാനം വരുമെന്ന്, അന്ത്യം കുറിക്കുമെന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയത്തില്ല. കാരണം അവൻ താങ്കളുടെ മരണത്തിന്റെ അവകാശം ദൈവത്തിന്റെ കയ്യിലാണ്. നിന്റെ സമയം എത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് നീ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നിനക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയും. യേശുവില്ലാത്ത നീ വെറും വട്ടപൂജ്യമാണെന്ന് വിചാരിച്ചോണം. യേശുവില്ലാത്ത നീ വെറും പരാജയമാണെന്ന് തിരിച്ചറിയണം. ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവനെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവന്റെ അകത്തൊരു വേദനയുണ്ട്. സ്തോത്രം. പണമുണ്ട്, പദവിയുണ്ട്, പത്രാസുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവൻ ഒറ്റപ്പെട്ടവനാണെന്ന് ഇവന്റെ അകത്തൊരു വേദനയുണ്ട്. ആരും അവനെ സ്നേഹിക്കുന്നില്ല. ഒരു ചുങ്കക്കാരനായതുകൊണ്ട് അവനൊരു വേദനയുണ്ട്. ചുങ്കക്കാരുടെ പ്രത്യേകത എന്താ? ചുങ്കക്കാരെ ആമേൻ അവർ റോമ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ആളുകളാ. ഇവനൊരു സാധാരണ ചുങ്കം പിരിക്കുന്ന ആളുകളല്ല. ഈ സക്കായി എന്ന് പറയുന്നത് ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു മനുഷ്യനാണ്. ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു മനുഷ്യൻ. ഇവനൊരു സാധാരണ വ്യക്തിത്വത്തിന് ഉടമയല്ല. ഈ മനുഷ്യന്റെ ഉള്ളിലും വലിയ വേദനയാ. ഈ രാത്രി ഈ ശബ്ദം കേൾക്കുന്ന പുറത്തുള്ളവരോട് ഞങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയട്ടെ, താങ്കൾക്ക് നല്ല വീട് കാണുമായിരിക്കും, നല്ല വസ്തുവകകൾ കാണുമായിരിക്കും, നല്ല വാഹനം കാണുമായിരിക്കും, നല്ല കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും, നല്ല വിദ്യാഭ്യാസം കാണുമായിരിക്കും, ഒരുപാട് സമ്പത്ത് തനിക്ക് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ എന്നാലും ഒരു വിങ്ങൽ തന്റെ ഹൃദയത്തിനകത്തില്ലേ? എന്നാലും ഒരു വേദന താങ്കളുടെ ഹൃദയത്തിനകത്തില്ലേ? എവിടെയോ നെരുപ്പോട് പോലെ നീറിപ്പുകയുന്ന അനുഭവങ്ങൾ താങ്കളുടെ ജീവിതത്തിലില്ലേ? ഇന്ന് രാത്രി ആ നീറിപ്പുകയുന്ന അനുഭവങ്ങൾക്ക് മാറ്റം തരുവാൻ, താങ്കളുടെ വേദനയെ അറിയുവാൻ, താങ്കളുടെ കണ്ണുനീരിനെ അറിയുവാൻ കഴിയുന്നത് താങ്കളുടെ അമ്മയ്ക്കോ അപ്പനോ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ കഴിഞ്ഞില്ലെങ്കിൽ ഒരൊറ്റപ്പെട്ട അനുഭവത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ, അവഗണനയുടെ തലങ്ങളിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു, ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന് താങ്കളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് വിടുവിക്കുവാനായിട്ട് കഴിയും. ഈ രാത്രി താങ്കളുടെ വേദനയെ നന്നായി അറിയുന്ന യേശു താങ്കളുടെ കിടക്കയ്ക്ക് തൊട്ടരികിൽ, താങ്കൾ ഇരിക്കുന്ന കസേരയ്ക്ക് തൊട്ടരികിൽ, താങ്കൾ നിൽക്കുന്ന നിൽപ്പിന്റെ തൊട്ടരികിൽ, താങ്കൾക്ക് തൊടാവുന്ന പരുവത്തിൽ, അനുഭവിച്ചറിയാവുന്ന പരുവത്തിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. ഈ രാത്രി ആ യേശുവിനെ ഒന്ന് സ്വീകരിക്കുവാൻ കഴിയുമോ? കർത്താവിനോട് പറയുവാൻ കഴിയുമോ? അപ്പാ യേശുവേ, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആരും എന്നെ വേണ്ടവണ്ണം പോലെ അറിയുന്നില്ല. അർഹിക്കുന്ന പരിഗണന എനിക്ക് കിട്ടുന്നില്ല. എല്ലായിടത്തും അവഗണന മാത്രമാ. ഇന്ന് രാത്രി അങ്ങനെ ചിന്തിച്ച് വേദനിച്ച് കരയുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവിൽ ദൂതറിയിക്കട്ടെ, നിന്റെ വേദനകളെ യേശു കാണുന്നുണ്ട്. നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ ആ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കടന്ന് ക്രിസ്തുവിനെ കാണാതെ ലോകപ്രകാരം കരയുന്ന കരച്ചിൽ നടത്തിയിട്ട് യേശുവിന്റെ സന്നിധിയിൽ കരയുവാൻ തയ്യാറായാൽ നിന്റെ കരച്ചിലിനെ അറിയുന്ന, വേദന അറിയുന്ന, ദുഃഖമറിയുന്ന, നിലവിളി അറിയുന്ന യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകും. ഒരു പക്ഷേ നിന്റെ പദവിയും പത്രാസും കാരണം പുറത്തുള്ളവരോട് നിനക്ക് പറയുവാൻ കഴിയത്തില്ലായിരിക്കാം. നിന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഈ അഭിമാനം കളാം, ആവശ്യമില്ലാത്ത പുറംപൂച്ച കളാം, ആവശ്യമില്ലാത്ത ഇടപാടുകൾ കളാം, നിന്റെ ദുരഭിമാനം മാറ്റിവെക്കാം. യേശുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴ്. യേശുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയവരാരും ലോകത്തിലുള്ളവന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. യേശുവിന്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് ഒരു മനുഷ്യനും ലോകക്കാരുടെ മുമ്പിൽ കരയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇന്ന് രാത്രി നീ തീരുമാനിക്കുക, ലോകത്തിന്റെ മുമ്പിൽ നിനക്ക് നെഞ്ചുയർത്തി നിൽക്കണോ? നീ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകുക. ലോകത്തിന്റെ മുമ്പിൽ നീ നടുനിവർത്തി നിന്നുകൊണ്ട് നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് നിനക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അഭിമാനത്തോടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? യേശുവിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീഴുവാൻ തയ്യാറായാൽ ലോകത്തിന്റെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയായിത്തീരും. കാരണം യേശു ഒരു മനുഷ്യനെ ആമേൻ താഴ്ചയിലേക്ക് വിടാനല്ല, അവനെ ഉദ്ധരിച്ച് എഴുന്നേൽപ്പിക്കാനാ യേശു വന്നത്. ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു ആമേൻ നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവാ, നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി തന്ന യേശുവാ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഭാരപ്പെടരുത്, വേദനിക്കരുത്, നിരാശപ്പെടരുത്. ഈ സുവിശേഷ യോഗം വെച്ചത് താങ്കളുടെ വിടുതലിന് വേണ്ടിയാ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അവഗണന സഹിക്കുന്ന, വേദന സഹിക്കുന്ന അവൻ പല കാര്യം നിമിത്തം പുറത്തേക്ക് നിനക്ക് കടന്നു വരുവാൻ കഴിയാതെ, അഭിമാനം നിമിത്തം നിനക്ക് പുറത്തു വരുവാൻ കഴിയാതെ നിൽക്കുന്ന താങ്കളുടെ വിടുതലിന് വേണ്ടിയാണ് ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്.
എത്രയെടുത്ത് പോയി, ആരെയൊക്കെ കണ്ടു, എവിടെയൊക്കെ കൗൺസിലിങ്ങിന് പോയി, ആരുടെയൊക്കെ ഉപദേശം തേടി ഒരു മാറ്റം ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. എന്നാൽ യേശുവിന്റെ അരികിലേക്ക് വാ. അവന് നിന്റെ ഒരു പൈസ വേണ്ട, നിന്റെ യാതൊരു ദേഹദണ്ഡന പ്രക്രിയകളും വേണ്ട. യേശുവിന്റെ അരികിൽ വരുവാൻ തയ്യാറായാൽ യേശു നിന്നെ വിടുവിക്കുവാനിടയാകും. ഒരു പക്ഷെ നീ ഓമനിച്ച് വളർത്തി പുറത്തു കൊണ്ടുവന്ന് താമൻ പാലൂട്ടി താലോലിച്ച് വളർത്തി നിന്റെ തലമുറ വളർന്നു വലുതായപ്പോ നിന്നെ ഇപ്പം വേണ്ട എന്ന് പറയുന്നുണ്ടാകാം. ആമേൻ സ്തോത്രം. ഇന്ന് നിന്റെ ചെയ്തികളൊക്കെ അവന് അറപ്പായി എന്ന് തോന്നുന്നുണ്ടാകാം. നീ എടുക്കുന്നതും തൊടുന്നതും പിടിക്കുന്നതുമൊക്കെ നിന്റെ തലമുറയ്ക്ക് നിശ്ചയിച്ചായി എന്ന് വന്നേക്കാം. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധമാം ആരോടൊക്കെയോ ദൂത് വിളിച്ചറിയിക്കുന്നു. ആമേൻ സ്തോത്രം. ഭവനത്തിനകത്ത് ഒറ്റപ്പെട്ട വ്യക്തികൾ, തലമുറ നിമിത്തം കരയുന്ന മാതാപിതാക്കൾ, ദൈവം നിന്നോട് ഇന്ന് രാത്രി ഇടപെടുക. നിന്റെ കരച്ചിലിനെ മാറ്റുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. നിന്റെ തലമുറയ്ക്ക് ഒരു മാനസാന്തരം കൊടുക്കുവാൻ, നിന്റെ തലമുറയുടെ ആമേൻ സ്തോത്രം ആ ജീവിതത്തിനൊരു മാറ്റം തരുവാൻ, വഴിവിട്ട ജീവിതത്തിന് ഒരു മാറ്റം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി സർവശക്തൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ എല്ലാം പണവും പ്രതാപവും പദവിയും എല്ലാം ഉള്ള ഒരു മനുഷ്യന് ആകെ ഒരു കുറവെന്ന് പറഞ്ഞാൽ പൊക്ക വെച്ചിരി കുറവാ. ചില ആളുകൾ അങ്ങനെ ആമേൻ സ്തോത്രം ആമേൻ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പോലും ഒന്നിനും കുറവില്ലാത്തവരെ പോലെ നടക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യന് പൊക്ക വെച്ചിരി കുറവാണെന്നേ ഉള്ളൂ, പക്ഷെ ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ ആവശ്യമുള്ള വസ്തു അവനില്ലായിരുന്നു. എന്തായിരുന്നു ആവശ്യം? അവൻ ആവശ്യമെന്ന് പറയുന്നത് യേശുവായിരുന്നു. യേശുവില്ലാതെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, അപ്പോസ്തലന്മാരായ യോഹന്നാനും പത്രോസും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ എല്ലാ ദിവസവും കുറച്ചുപേര് ചുമ്മിക്കൊണ്ടുവന്ന് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുന്നിൽ നിർത്തും. ദേവാലയത്തിന്റെ പേര്, ഗോപുരത്തിന്റെ പേരൊക്കെ വളരെ മനോഹരമാണ്, സുന്ദരമെന്നൊക്കെയാ പേര്. പക്ഷെ അതിന് മുമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു വെക്കുന്ന സാധനം സാധാരണ ഭാഷയിൽ പറഞ്ഞ അവലേഷണം കിട്ടൊരു സാധനമാണ്. എല്ലാ ദിവസവും കൊണ്ടുവെക്കുകയാണ്. കൊണ്ടുവെക്കുമ്പോ ഈ കൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്നവന്മാർക്കും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാർക്കും ചില കമ്മീഷനൊക്കെ അടിക്കണം. നിന്നെ കള്ളു കുടിക്കാനും നിന്നെ ഈ ലോകത്തിന്റെ വഴിയിൽ നടത്താനും നിന്നെ അമ്മയപ്പന്മാരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും നിന്നെ ചുമ്മിക്കൊണ്ട് നടക്കുന്ന ചില കൂട്ടുകാരില്ലേ, അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിനകത്തൊന്ന് ഒരംശം അവന്മാർക്കും അടിച്ചു മാറ്റാൻ വേണ്ടിയാ. ഇന്ന് രാത്രി നിന്റെ കണ്ണു തുറക്കട്ടെ, നിനക്കൊരു വെളിച്ചം നിന്റെ തലയ്ക്കകത്ത് വീഴട്ടെ. നിന്നെ ചേട്ടാ അണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുകയല്ലേ, നിന്നെ കല്ലുകുടിപ്പിക്കാൻ കൊണ്ടുപോകുകയല്ലേ, വീട്ടിൽ സ്വസ്ഥതയുണ്ടോ സമാധാനമുണ്ടോ? നിന്നെ ചുമ്മിക്കൊണ്ട് നടക്കുന്ന ചേട്ടന്മാർക്ക് ആവശ്യം നീ സമാധാനത്തോടെ സന്തോഷത്തോടെ വാഴണമെന്നുള്ളതല്ല. നീ അധ്വാനിച്ച് നീ നേടിയെടുക്കുന്ന സമ്പത്തിലൊരു വിഹിതം അവന്മാർക്കും ഓശാനത്തിലടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. ഈ രാത്രി ആരോടോ വ്യക്തമായി പരിശുദ്ധമായി ഈ ആലോചന കൈമാറുകയാണ്. നിനക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ, നിനക്കൊരു മനംമാറ്റം ഉണ്ടാകട്ടെ, നീ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വാ. നിന്നെ ചുമ്മിക്കൊണ്ട് നടക്കുന്നവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുവാൻ മനസ്സുണ്ടാകണം, സമയം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ അവിടെ കൊണ്ടിരുത്തുമ്പോ ആൾക്കാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്, പോയിരിക്കാൻ സ്ഥലവും എല്ലാ സെറ്റപ്പും ഇവനുണ്ട്. പക്ഷെ ഇവനില്ലാത്ത ഒന്ന് ഈ ഭക്തന്മാരെ ആളുകൾ കൈമാറുകയാണ്. എന്തായിരുന്നു അവനില്ലാത്തത്? അവനില്ലാത്തത് ക്രിസ്തുവായിരുന്നു. വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് ഇവൻ ഭക്തന്മാരുടെ നേരെ കൈനീട്ടി. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി. കാരണം ഇന്നലെ വന്ന ആളുകളെല്ലാം ഇവന് കൊടുത്തത് തൊട്ട് ചില്ലറ കാശുകൾ. ഇത് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ കൈനീട്ടി അവനെ നിരാശപ്പെടേണ്ടതായിട്ട് വന്നു. ഒരു നിമിഷം നിരാശപ്പെട്ടു പോയി. കാരണം വരുന്നവരും പോകുന്നവരും ഒക്കെ ചില്ലറ തൊട്ടുകളൊക്കെ എറിയുമായിരുന്നു. പക്ഷെ ഇപ്പോ കടന്നു വന്ന രണ്ട് ദൈവഭൃത്യന്മാർ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിനെ തന്നെ. അവർ യേശു ക്രിസ്തുവിനെ അവന് പകർന്നു കൊടുത്തപ്പോ ഇന്നലെ വരെ അവൻ എല്ലാവരോടും തെണ്ടി മേടിച്ച ചില്ലറ തൊട്ടല്ല അവന് പിന്നെ ലഭിച്ചത്.
അവിടെ നാം കാണുന്നുണ്ട്, അവന്റെ നരിയാണിയും കാലും ഉറച്ച് അവൻ പാടിയും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചും ആലയത്തിലേക്ക് പോകുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ ഒരു കാഴ്ച വസ്തു പോലെയല്ല ദേശത്ത് പല ആളുകളും നിന്നെ കണ്ടിട്ടുള്ളത്. നീ മദ്യപിച്ച് മതോന്നതനായിട്ട് 4 കാലം നടന്ന് നേരാവണ്ണം തുണിയെടുക്കാതെ വായി തോന്നി അസഭ്യമെല്ലാം പറഞ്ഞ് നീ നേരെ ചൊവ്വേ വീട്ടിൽ കടന്നു വരാതെ നടന്നു പോകുമ്പോ പലരും നിന്നെ പറ്റി കമന്റ് പറഞ്ഞത് നിനക്കറിയത്തില്ല, പലരും നിന്നെ കളിയാക്കിയത് നിനക്കെന്ന് അറിയത്തില്ല. ആമൻ എല്ലാരും എന്തെങ്കിലുമൊക്കെ കൊടുത്തു, ആമൻ ചിലതൊക്കെ കിട്ടി, നീ സന്തോഷിച്ച് കിട്ടി ഓടിച്ചെന്ന് പറഞ്ഞു പോയി. പക്ഷെ നിനക്കുണ്ടായ പ്രതിച്ഛായ, നിനക്കുണ്ടായ മാനഹാനി, നിനക്കുണ്ടായ നഷ്ടങ്ങൾ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഇന്ന് രാത്രി നീ ഓർത്ത് അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. പക്ഷെ ഞങ്ങളൊരു കാര്യം നിനക്ക് തരാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ ആമൻ നിന്നെ പരിപൂർണമായിട്ടും പിടിപ്പിക്കുന്ന, നിനക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകി തരുന്ന യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ നിനക്ക് കൈമാറുകയാണ്. സ്വീകരിക്കാൻ മനസ്സുണ്ടോ? താങ്കൾക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ചരിത്രത്തെ യേശു മാറ്റും. നിന്റെ ഇന്നലകളിലെ ഹിസ്റ്ററി യേശു എടുത്ത് മാറ്റും. ഇന്നലെ വരെ നിന്നെ കള്ളുകുടിയനെന്നും പറഞ്ഞു ആമൻ കുടിച്ച് മതോന്മത്തനായി നടക്കുന്നവരെന്ന് പറഞ്ഞ് നടന്ന നിന്റെ ചരിത്രത്തെ മാറ്റാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയത്തില്ലെന്നുള്ള വസ്തുത ഇന്ന് രാത്രി തിരിച്ചറിയണം. യേശുവിനല്ലാതെ നിനക്കൊരു മാറ്റം തരുവാൻ കഴിയത്തില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവര്, ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട വല്ലന എന്ന് പറയുന്ന ദേശത്ത് ഞാനൊരു പരസ്യയോഗത്തിൽ പ്രസംഗിച്ചപ്പോ ഞാൻ എന്റെ ഹൃദയ വിചാരം അവരോട് പങ്കുവച്ചു. എന്താണെന്നല്ലേ? സ്വത്രം ഇതേപോലെ നന്നായി മദ്യപിച്ച് വല്ലാത്ത നിലകളിൽ നടന്നൊരു മനുഷ്യനാ ഞാന്. അന്നൊക്കെ എന്നെ വിളിക്കാൻ ആളുണ്ടായിരുന്നു, ഭക്ഷണം തരാൻ ആളുണ്ടായിരുന്നു, കയറ്റി കിടത്താൻ ആളുണ്ടായിരുന്നു, എല്ലാത്തിനും ഇഷ്ടം പോലെ ആളായിരുന്നു. പക്ഷെ ഇപ്പോ യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, ഉപദേശിയായതുകൊണ്ട് ഇന്ന് പലർക്കും മിണ്ടാൻ തന്നെ മടിയാ. ഇന്ന് രാത്രി ആമൻ സ്വത്രം പെന്തക്കോസിൽ പോയത് കൊണ്ട് ആമൻ നെറ്റി ചൊളിക്കേണ്ട ആവശ്യമില്ല. നീ കല്ലുകുടിച്ച് മോടെ കടന്നു തെരുവിളിച്ച് നടന്നതിനകത്തു നിന്ന് യേശു നിനക്കൊരു പുതിയ ജീവിതം തന്നില്ലേ? നിന്റെ ജീവിതത്തിന് മാറ്റം വേണോ? ഈ രാത്രി യേശുവിന്റെ അരികിലേക്ക് വാ. യേശുവിനല്ലാതെ നിന്നെ മാറ്റാൻ കഴിയത്തില്ല. നിന്നെ ഇന്നലെ തള്ളി പറഞ്ഞവർക്ക് നിന്നെ ചേർത്ത് നിർത്താൻ കഴിയും. നിന്നെ ഇന്നലെ വരെ അകറ്റി നിർത്തിയില്ലേ? നിന്നെ നല്ലൊരു കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുമായിരുന്നു. കൊള്ളത്തില്ലെന്നുള്ളതാണ് വസ്തുത. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു നല്ല കാര്യം നടന്ന നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളെ ആ 7 ഏഴ് തടിപ്പിക്കാൻ കൊള്ളത്തില്ല. അതാ യാഥാർത്ഥ്യം. അവരെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ ഇന്ന് സ്വത്രം നീ യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറായ, നിന്നെ വന്നു വിളിക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിനകത്തുണ്ടാകും. ആമേൻ. സ്വത്രം. നോക്കി ആമേൻ. നമ്മള് വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. സ്വത്രം. ഈ മനുഷ്യൻ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ താനെ തനിക്ക് പൊക്കവിത്തിരി കുറവായിരുന്നു. ചുങ്കക്കാരിൽ ഇവൻ പ്രമാണിയായിരുന്നു. ചുങ്കക്കാരിൽ പ്രമാണി എന്ന് പറയുമ്പോ ഇവന് മൊത്തം ശാപമായി ഇവന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ സക്കായി എങ്ങാനും അതുവഴി വരുന്നൊന്നും കേട്ടാ പലരും ഓടി വിളിക്കും. വരുന്നുണ്ട് അറത്ത് കൊല്ലുന്നവൻ, വരുന്നുണ്ട് മനസാക്ഷിയില്ലാത്തവൻ, കുഞ്ഞിന് പാല് മേടിക്കാൻ പറ്റിയ കാശ് പോലും ഈ സക്കായി എന്ന് പറയുന്നവൻ പിടിച്ചു മേടിച്ചോണ്ട് പോകും. അവന് നാട്ടുകാർ കൊടുക്കുന്ന സംഭാവന, ശാപവാക്കുകള്, തെറിവാക്കുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതായി ഇവന്റെ ആകെയുള്ള സ്വത്തെന്ന് പറയുന്നത്. ഈ സമ്മാനവും സമ്പാദ്യവും നടക്കുന്ന മനുഷ്യനാണ് യേശുവിനെ അറിയാൻ വേണ്ടി പോകുന്നത്. സ്വത്രം. ഇവൻ നടന്നു പോകുമ്പോ അവിടെ എഴുതിയിട്ടുണ്ട്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചു. ഇവൻ കുറിയനായതുകൊണ്ട് പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. ഇയാള് പൊക്കം കുറവായതുകൊണ്ട് യേശുവിനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ജീവിതത്തിന് മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഇവൻ ഒത്തിരി കേട്ടിട്ടുണ്ടാകാം, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു പാപങ്ങളെ വിമോചിക്കുന്നു, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഒത്തിരി വർത്തമാനങ്ങൾ കഴിഞ്ഞ നാളുകൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെങ്കിൽ സ്വത്രം ഇതൊന്ന് അറിയേണ്ടതിന് വേണ്ടി ഇവൻ ഓടി വരികയാണ്. ഈ രാത്രി പരീക്ഷിക്കാനാണെങ്കിൽ പോലും നീ യേശുവിനെ വിളിക്കാൻ തയ്യാറാണോ? നിന്റെ ജീവിതത്തിൽ നിന്റെ നിലവിളിക്ക് മുമ്പ് യേശു വരുവാനിടയാകും. ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയാണെങ്കിൽ പോലും കർത്താവിനെ ഒന്ന് വിളിക്കാൻ തയ്യാറാണോ? യേശു നിന്റെ സമീപസ്ഥനായിട്ടുണ്ട്. ഈ മനുഷ്യൻ കടന്നു പോകുമ്പോ പുരുഷാരം നിമിത്തം ഇവൻ യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ സക്കായിക്ക് എന്താ ആഗ്രഹം? യേശുവിനെ കാണാനല്ലേ സക്കായിയുടെ ആഗ്രഹം. ഈ ആഗ്രഹം വെച്ചോണ്ടാ സക്കായി പോകുന്നത്.
തന്റെ പദവിയോ തന്റെ ഉന്നത ഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് യേശുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇവിടെ അടുത്ത തടസ്സം എന്ന് പറയുന്നത് പുരുഷാരമാണ്. ഈ രാത്രി നാട്ടുകാർ കേൾക്കണം, ദേശക്കാർ കേൾക്കണം. നിന്റെ അകത്തൊരു ആഗ്രഹമുണ്ട്, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. നിന്റെ അകത്ത് ചിന്തയുണ്ട്, യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കണം. പാടാനും പ്രാർത്ഥിക്കാനും ആരാധന കൂടാനും പോകണമെന്ന് നിന്റെ അകത്ത് ആഗ്രഹമുണ്ടല്ലോ. പക്ഷെ സമ്മതിക്കാത്തത് പുരുഷാരമല്ലേ, നിന്റെ അപ്പനല്ലേ, നിന്റെ അമ്മയല്ലേ, നിന്റെ ഭർത്താവല്ലേ, നിന്റെ നാട്ടുകാരും ബന്ധക്കാരും അല്ലേ നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിടാൻ തടസ്സമായി നിൽക്കുന്നത്? ഈ രാത്രിയിൽ നിങ്ങൾ ആ സക്കായിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കി. സക്കായിക്കുള്ളതിന്റെ അത്ര പണമൊന്നും നിനക്കില്ലല്ലോ, സക്കായിക്കുള്ളതിന്റെ അത്രയും പ്രാവീണ്യമൊന്നും നിനക്ക് പറയാനില്ലല്ലോ, സക്കായുടെ ഉള്ളതിന് അത്രയും പ്രൗഢിയൊന്നും നിനക്കും പറയാനില്ല. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് പുരുഷാരം ഉണ്ടെങ്കിൽ പോലും അതിനെ അവഗണിച്ച് അടുത്തൊരു മാർഗം സക്കായി കണ്ടെത്തി. ഈ രാത്രി തടസ്സം നിനക്ക് ഒത്തിരി കാണും, യേശുവിനെ കാണുന്നതിന് തടസ്സമായിട്ട് ഒത്തിരി സാഹചര്യങ്ങൾ കാണും. പക്ഷെ ഇന്ന് രാത്രി ആ തടസ്സങ്ങളെ മാറ്റുവാൻ നിനക്ക് അടുത്തൊരു വഴി നിന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം തുറന്നു തരുവാനിടയാകും. എന്നാ കണ്ടേക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചവനല്ല സക്കായി. ഒത്ത ഓടെന്നും പറഞ്ഞിട്ട് പോയതല്ല, കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. നിന്റെ ഹൃദയത്തിനകത്തും വലിയ ആഗ്രഹമുണ്ടെങ്കിൽ, അദമ്യമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കുവാനിടയാകും. നീ ഒരു പക്ഷേ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് ആരാധനയ്ക്ക് പോകണം, എന്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വേണം. ഈ പറയുന്ന യേശു വിടുവിക്കുന്ന ദൈവമാണെങ്കിൽ, ഈ പറയുന്ന യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിൽ, ഈ പറയുന്ന യേശു എന്നെ വിടുവിക്കുന്ന കർത്താവാണെങ്കിൽ എനിക്കും ആ യേശുവിനെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ബന്ധക്കാർക്ക് കിട്ടിയ വിടുതൽ നീ കണ്ടതല്ലേ, നിന്റെ സഹോദരങ്ങൾക്ക് യേശു നിന്നെ വിടുവിച്ചോ നീ കണ്ടതല്ലേ. പക്ഷെ നിന്റെ പുരുഷാരം നിന്നെ തടയുക. അകത്ത് നിനക്ക് വ്യക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാത്രി ദൈവസന്നിധിയിലേക്ക് അടുത്തുവാ, ദൈവം നിനക്ക് വഴി തുറക്കുവാനിടയാകും. ഈ പ്രൗഢിയുള്ള മനുഷ്യൻ, പ്രമാണിത്വമുള്ള മനുഷ്യൻ, പദവിയുള്ള മനുഷ്യൻ യേശുവിനെ കാണേണ്ടതിന് വേണ്ടി ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് കയറുക. കാട്ടത്തി കണ്ടിട്ടുണ്ടോ? കാട്ടത്തിയുടെ മുകളിലേക്ക് യേശുവിനെ കാണേണ്ടതിന് വേണ്ടി കയറുക. പൊക്കമില്ലാത്തൊരു മനുഷ്യൻ കാട്ടത്തിയുടെ മുകളിൽ കയറുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഇങ്ങനെ അങ്ങ് ഭാവന കാണുക, പൊക്കമില്ലാത്ത കുറിയൊരു മനുഷ്യൻ ഈ പിടിമുറ്റാത്ത കാട്ടത്തിയുടെ മേളിലേക്ക് കയറാൻ നോക്കുമ്പോ ഒരു പക്ഷെ അവന്റെ കൈയും കാലും മരുന്ന്, കാരണം ശീലമില്ലാത്ത പണിയല്ലേ, മുമ്പ് ചെയ്തിട്ടില്ലാത്ത പരിപാടിയല്ലേ. ഒരു പക്ഷെ വീണ് കാണും, നെഞ്ചൊരഞ്ഞ് കാണും, അവൻ കാലും കൈയും വേദന എടുത്ത് കാണും. പക്ഷെ ഇവൻ വലിഞ്ഞ് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ തയ്യാറായി. നീ യേശുവിനെ കാണേണ്ടതിന് വേണ്ടി ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാൽ, ചില വേദനകളൊക്കെ സഹിച്ചാൽ, ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീ ഒന്ന് അനുഭവിക്കുവാൻ തയ്യാറായാൽ നിനക്ക് യേശുവിനെ കാണുവാനിടയാകും. നീ സ്വന്തം കൈ അനയാതെ മീനെ പിടിക്കാൻ ഇരിക്കുന്ന അനുഭവത്തിൽ ഇരിക്കാതെ കർത്താവിനെ കാണേണ്ടതിന് വേണ്ടി ചില ബുദ്ധിമുട്ടുകൾ സഹിക്കണം, ചില പങ്കപ്പാടുകൾ സഹിക്കണം, ചില വേദനയിലൂടെ കടന്നു പോകണം, ചില ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകണം, ചില ബുദ്ധിമുട്ടുകളിലൂടെ നീ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിനക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിയും. കാണാൻ ഇറങ്ങിത്തിരിക്കുമ്പോ ഒത്തിരി വേദനയും പ്രയാസവും ഒക്കെ നിനക്കുണ്ടായി എന്ന് വന്നേക്കാം. പക്ഷേ നിശ്ചയദാർഢ്യമുള്ള നീ, കർത്താവിനെ കണ്ടേ മതിയാകൂ എന്നുള്ള അകത്ത് ആഗ്രഹമുള്ള നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇച്ചിരി വേദനയും പ്രയാസവും ഒറ്റപ്പെടുത്തലുകൾ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളും തള്ളപ്പെടുന്ന അനുഭവങ്ങളും അവൻ കിടക്കാൻ കിടപ്പാടമില്ലാതെ ചെന്ന് കയറാൻ വീടില്ലാത്ത അനുഭവങ്ങളൊക്കെ ഒരു പക്ഷെ ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷെ പിടിച്ചു നിൽക്കാൻ തയ്യാറായാൽ, അവൻ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം മാറാതെ നീ അവൻ മുറുകെ പിടിച്ചു നിൽക്കാൻ തയ്യാറായാൽ യേശു നിന്നെ കാണുവാനിടയാകും. സ്തോത്രം. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുക, ഒരു പക്ഷേ ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും യേശു അതുവഴി പോയത്. ശമരിയയിലുള്ള സ്ത്രീയെ കാണാൻ വേണ്ടി മാത്രമല്ല കർത്താവ് അതുവഴി പോയത്. ഇന്ന് രാത്രി സ്തോത്രം, ഞങ്ങൾ ഈ സുവിശേഷ യോഗം വെക്കുന്നത് താങ്കളെ ദൈവം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ, താങ്കളോട് ദൈവത്തിന് ചില കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി മാത്രമാ, താങ്കളുടെ ജീവിതത്തിൽ ഈ സന്ദേശം താങ്കളൊന്ന് കേൾക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, താങ്കൾ ഈ സന്ദേശം കേൾക്കുന്നത്. അതുകൊണ്ട് അവൻ താങ്കൾക്ക് ലഭ്യമായി ഈ അവസരം നഷ്ടമാക്കി കളയാതെ
യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകണം. നോക്കി സ്തോത്രം, ഈ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കാട്ടത്തിയുടെ മുകളിലേക്ക് കയറുവാനിടയായപ്പോൾ സ്തോത്രം ഇവൻ യേശുവിനെ കാണുവാൻ തയ്യാറായി. ദൈവത്തിന് സ്തോത്രം, ഇവൻ യേശുവിനെ കാണാൻ തയ്യാറായി. യേശു അതുവഴിയായി നടന്നു വന്നിട്ട് കൃത്യം സക്കായിരിക്കുന്ന മരത്തിന്റെ ചോട്ടി വന്നിട്ട് യേശു മുകളിലേക്ക് നോക്കുവാനിടയായി. ശ്രദ്ധിക്കണേ, ദേശം ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ യേശുവിനെ കാണണമെന്നായിരുന്നു വലിയ ആഗ്രഹം. യേശു അവനെ കാണണമെന്ന് അവന് വലിയ ആഗ്രഹമൊന്നുമില്ല. യേശുവിനെ എങ്ങനെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇവൻ ഈ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നിട്ട് കാട്ടത്തിയുടെ ഇലയിലെല്ലാം മറഞ്ഞായിരിക്കാം ഒരുപക്ഷെ ഇവൻ ഇരുന്നതെന്ന് ഞാനങ്ങ് ചിന്തിക്കുക. കാട്ടത്തിയുടെ ഇലയുടെ ഇടയിൽ മറഞ്ഞിരുന്നിട്ട് യേശുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി പോയിരുന്നവനെ യേശു കാണുവാനിടയായി. ഈ രാത്രിയിലും ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് കണ്ടാൽ മതി, എങ്ങനെയെങ്കിലും യേശുവിന്റെ അസുഖം ഒന്ന് മാറ്റിയാൽ മതി, എങ്ങനെയെങ്കിലും യേശുവിന്റെ ഭർത്താവിന്റെ കുടിയൊന്ന് നിർത്തി തന്നാ മതി എന്നായിരിക്കാം താങ്കളുടെ അജണ്ട. എന്നാൽ താങ്കളുടെ അജണ്ടയെ പൊളിച്ചെഴുതാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. ഞങ്ങൾ ഉയർത്തുന്ന യേശു, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു താങ്കൾ ഒരുക്കി വെച്ചിരിക്കുന്ന താങ്കളുടെ ബുദ്ധിമണ്ഡലത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നയാളല്ല. ഞങ്ങൾ ഉയർത്തുന്ന സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ ചില പരിവർത്തനങ്ങൾ തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് ആമേൻ വ്യക്തമായ ദിശാബോധം നൽകി തരുവാൻ, ഏതെങ്കിലും ഒരു ചെറിയ തലവേദന മാറ്റി, ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമസന്ധി മാറ്റി അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു യേശുവിനെ അല്ല ഞങ്ങൾ ഉയർത്തുന്നത്. ഞങ്ങൾ ഉയർത്തുന്ന യേശു നിന്നെ കുടുംബമായി വിടുവിക്കുന്ന, നിന്നെ സമ്പൂർണമായി ഉദ്ധരിക്കുന്ന, നിന്നെ നന്നായി അറിയുന്ന, എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തുന്ന ഒരു യേശുവിനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. നീ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ പോയിട്ടില്ലേ? കുഞ്ഞിന്റെ കല്യാണം നടക്കാൻ ഒരിടത്ത്, ഭർത്താവിന്റെ കുടി മാറാൻ വേറൊരു സ്ഥലത്ത്, നല്ല വീട് കിട്ടാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത്, അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ സ്ഥലത്ത് നീ ഒത്തിരി അലഞ്ഞതല്ലേ? ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, യേശുവിന്റെ അരികിലേക്ക് വാ. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒതുക്കാനല്ല ദൈവത്തിന് ആഗ്രഹം, നിന്നെ പരിപൂർണമായി വിടുവിക്കുവാനാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി, ഇന്ന് നീ അനുഭവിക്കുന്ന കണ്ണുനീരിന്റെ അവസ്ഥ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. ആമേൻ. ഒരു പക്ഷെ നീ പറയുന്നുണ്ടായിരിക്കാം അയൽവക്കക്കാരൻ ആഭിചാരം ചെയ്തത് കൊണ്ടാണെന്ന്. ഇന്ന് രാത്രി പാവം പിടിച്ച അയൽവക്കക്കാരന് മേൽ കുറ്റമിടല്ല. നീ യേശുവിനെ അറിയേണ്ടതിന് വേണ്ടി ഒരു വഴി, ഒരു മുഖാന്തരം ദൈവം ഒരുക്കി തന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിലേക്ക് വരുവാൻ തയ്യാറാകുക. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ തയ്യാറാകുക. യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറാകുക. നിന്റെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരകനായ ക്രിസ്തുവാണ്. ഈ മനുഷ്യൻ തന്റെ പദവിയും പ്രമാണിത്വവും എല്ലാം വിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി യേശുവിനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ചിന്തയോടെ അത്തിയുടെ ഇലകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുമ്പോൾ യേശു അവനെ കാണുവാനിടയായി. ഇവന്റെ വേലയും പിടിക്കിട്ടും വളച്ചിലുമെല്ലാം യേശുവിന്റെ അടുത്ത. ഞാനെന്താ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ബൈബിൾ അറിയുന്ന ഒരാൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്തെ രണ്ടുപേര് ഇതുപോലെ യേശുവിനെ പറ്റിക്കാൻ ശ്രമിച്ചതാണ്. നമ്മുടെയൊക്കെ അങ്ങ് മൂത്ത അപ്പനും അമ്മയും ആദാമും ഹവ്വായും ഇതുപോലെ ഇല തുന്നി യേശുവിനെ പറ്റിക്കാൻ ശ്രമിച്ചതാണ്. അതിന്റെ പിന്മുറക്കാരൻ അതേ പരിപാടി ചെയ്യുകയാണ്. ഇലയുടെ ഇടയിൽ മറഞ്ഞിരുന്ന് യേശുവിനെ കാണാൻ ശ്രമിക്കുക. യേശുവിനെ കാണാതിരിക്കുമോ? ഇന്ന് രാത്രി നീ ഒളിച്ചു നടന്നതും പാത്തു നടന്നതും എല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചു. അവൻ മറഞ്ഞിരുന്നത് മതി. ഇന്ന് രാത്രി നിനക്കുള്ള അവസരമാ. പുറത്തു വരുവാൻ ദൈവം നിന്നോട് ആഹ്വാനം ചെയ്യുക. നീ ഒളിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ തയ്യാറായാൽ നിന്നെ സ്വീകരിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, യേശു കൃത്യം ആ സ്ഥലത്തെത്തിയിട്ട് ഈ ഇലയുടെ ഇടയിൽ കൂടെ രണ്ട് കണ്ണ് ഇങ്ങനെ ബൾബ് പോലെ നിൽക്കുന്നത് യേശു കാണാനിടയാണ്. ഇത് ഞാൻ എന്റെ പ്രസംഗ ഭാഷയിൽ അങ്ങ് പറയാം. ബൈബിളിൽ ആരും പോയി നോക്കിയേക്കരുത്. ഇങ്ങനെ വല്ല എഴുതിയിട്ടുണ്ട് ഉപദേശിച്ച് എന്നോട് ചോദിക്കരുത്. എന്റെ പ്രസംഗ ഭാഷയിൽ ഞാൻ അങ്ങ് പറഞ്ഞ യേശു എന്നാ ചെയ്തെന്നറിയാമോ? അതിന്റെ താഴെ വന്നിട്ട് സക്കായിയെ വേഗം ഇറങ്ങുക എന്ന് സക്കായിയെ വിളിക്കുവാനിടയായിട്ട് ഇവൻ ബന്ധപ്പെട്ട്
അവിടെ നിന്ന് ഇറങ്ങി വരുവാനിടയായി. സ്തോത്രം. വിളി കേട്ടിട്ട് പിന്നെയും അവിടെ മറഞ്ഞിരിക്കാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ദൈവം വിളിക്കുമ്പോൾ ഇറങ്ങി വരാൻ നീ തയ്യാറാണോ? ഇന്ന് രാത്രിയിലും ഈ ശബ്ദം ഒരു ഉപദേശിയുടെ ശബ്ദമായി നീ കണക്കിടാതെ യേശു നിന്നെ വിളിക്കുകയാണെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം. യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, യേശു നിന്റെ കുടുംബത്തിന് രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം നിന്നെ വിളിക്കുകയാണ്. നീ മറുതലിച്ചു പോകരുത്. നീ ന്യായവാദങ്ങൾ പറഞ്ഞ് മാറി നിൽക്കരുത്. നിന്റെ അവസ്ഥ പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറിപ്പോകരുത്. ഈ രാത്രി യേശു വിളിക്കുകയാ. ഇറങ്ങി വരാൻ തയ്യാറുണ്ടോ? യേശു നിന്നെ വിളിക്കുകയാണ്. ഇനി വളരെ ബന്ധപ്പെട്ട് അവൻ യേശുവിന്റെ അരികിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഇവൻ ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, യേശു എങ്ങനെയുള്ളവനെന്ന് ഒന്നറിഞ്ഞ മാത്രം മതിയായിരുന്നു ഇവന്. ഇവന്റെ ചെറിയ ആഗ്രഹത്തെ അവന്റെ കുടുംബത്തെ സമൂലമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. സ്വന്തം കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഇവന് രക്ഷ വന്നെന്നല്ല, ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന് യേശു പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നീ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിക്കൊടുക്കുവാൻ തയ്യാറായ നീ രക്ഷപ്പെടത്തില്ല, കുടുംബം ശരിയാകത്തില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു പോകത്തേ ഉള്ളൂ. ആമേൻ. ഒരു മുഴം കയറിനകത്ത് ഞങ്ങൾ തീരാൻ ആഗ്രഹിക്കുന്നത്, ഒരു കുപ്പി വിഷത്തിനകത്ത് ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങ് അവസാനിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. നിന്നെ കുടുംബമായി ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. നീ ആത്മഹത്യ ചെയ്യാനല്ല, നിന്റെ ബിന്ദു കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് നീ തൂങ്ങി മരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ കുടുംബത്തെ മുഴുവനായും ഉദ്ധരിക്കുവാൻ നസ്രായനായ യേശുവിന് പദ്ധതിയുണ്ട്. ഇവന്റെ കൊച്ചാഗ്രഹം എന്ന് പറയുന്നത് യേശു എങ്ങനെയുള്ളവനെന്ന് ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു ഇവന്റെ ഈ ആഗ്രഹം. ആമേൻ. സ്വത്രം. യേശു എങ്ങനെയുള്ളവനെന്ന് ചോദിച്ചാൽ സ്വത്രം അനുഭവിച്ച ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇവിടെ പല ആളുകൾക്കും യേശു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയും, ഞങ്ങൾക്ക് കാശില്ലാതെ വരുമ്പം ഞങ്ങൾക്ക് കാശ് തരുന്ന ഒരു ബാങ്ക് മാനേജരാണ് യേശു എന്ന് ചിലർ പറയും. അപ്പൊ യേശുവിന് ഒത്തിരി 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 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സമാധാനം തരാൻ യേശുവുണ്ട്. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ യേശുവിനെ ഒതുക്കി നിർത്തുന്ന ആളുകളാണ്. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണം, യേശുവിന് ഇതെല്ലാം സാധ്യമാ. യേശു സമാധാനം നൽകി തരുന്നവനാ. നീ യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാനല്ലേ ആഗ്രഹിക്കുന്നത്? യേശു നിനക്ക് സമാധാനം തരുവാൻ ആഗ്രഹിക്കുന്നവനാ. നിന്റെ ആഗ്രഹം യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാനല്ലേ? നിന്റെ ആഗ്രഹത്തെ നീ ഇന്ന് രാത്രി ഓർത്തോ. നിന്റെ ജീവിതത്തിന് പരിപൂർണമായിട്ട് രക്ഷ തരുവാൻ ആഗ്രഹിക്കുന്നവനാ യേശു. അവൻ നീ ആഗ്രഹിക്കുന്നത് യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാനല്ലേ? യേശു നിന്നെ സ്നേഹിക്കുന്നവനാണ്. യേശുവിന്റെ സ്വഭാവ സവിശേഷതകൾ ഇവിടെ വിസ്തരിക്കുവാൻ തുടങ്ങിയ ഇന്ന് രാത്രി നമുക്ക് സമയം പോരാതെ വരും. അവൻ യേശുവിനെ പറ്റി പറഞ്ഞാൽ, യേശുവിനെ പറ്റി ഉയർത്തിയാൽ, യേശുവിനെ പറ്റി പ്രസംഗിക്കുവാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി നമുക്ക് പോരാതെ വരുവാനിടയാകും. ആമേൻ. സ്വത്രം. യേശു സർവശക്തനാണ്, യേശു സർവജ്ഞാനിയാണ്, യേശു സർവവ്യാപിയാണ്, യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനാണ്, യേശു നമ്മളെ വിടുവിക്കുന്നവനാണ്, യേശു പാപങ്ങളെ പോക്കുന്നവനാണ്, യേശു കുടുംബങ്ങളെ രക്ഷിക്കുന്നവനാണ്. ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ പറ്റി പറയേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ യേശുവിനെ പറ്റി അന്നത്തെ കാലത്ത് ഒത്തിരി ചിന്തകൾ അവർക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വർത്തമാനകാലത്തിൽ യേശു ആരാണെന്നുള്ളതാ. യേശുവിന്റെ കാലഘട്ടത്തിൽ പല ആളുകൾക്കും പലതും പറയാനുണ്ടായിരുന്നു. ചില ആളുകളുടെ യേശു ആരാണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ആ തച്ചന്റെ മോനല്ലേ. തച്ചന്റെ മോനല്ലേ എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്, ചരിഞ്ഞ വെഞ്ചും ഒടിഞ്ഞ കസേരയും ശരിയാക്കുന്നത് അച്ചക്കൊച്ചനാണെന്ന് യേശുവിനെ കൊച്ചാക്കി വെച്ചേക്കുകയായിരുന്നു പല ആളുകളും. യേശുവിനെ പറ്റി ചിലർക്ക് പറയാനുള്ളത്, സ്തോത്രം, അവന് ലോകത്തിൽ മാന്യമല്ലാത്ത രീതിയിൽ പിറന്നു വന്ന ആണെന്നാണ്. യേശുവിനെ പറ്റി പല ആളുകൾക്ക് അന്ന് പലതും ചിലതൊക്കെ പറയാനുണ്ടായിരുന്നു. സ്തോത്രം. ഈ വർത്തമാനങ്ങളെല്ലാം നിൽക്കുമ്പോ ഒരിക്കൽ യേശു ക്രിസ്തു ഐഹിക ജീവിതത്തിൽ താൻ ഇറങ്ങി വന്ന തിരുവെഴുത്തിൻ പ്രകാരമുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ നിവർത്തീകരണത്തിലേക്ക് നടന്നെടുക്കുന്ന സമയം കർത്താവ് തന്റെ സ്തോത്രം ശിഷ്യന്മാരും ഒരുമിച്ച് ഗതസമനി എന്ന് പറയുന്ന തോട്ടത്തിൽ നിൽക്കുമ്പോൾ യേശുവിനെ പിടിക്കേണ്ടതിന് വേണ്ടി
സേവകന്മാര്, പട്ടാളക്കാര് യേശുവിന് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. കടന്നു വരുമ്പോൾ ആരെ തിരിയുന്നു എന്ന് യേശു ചോദിച്ചു. ആരെ തിരിയുന്നു എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. അത് ഞാനാകുന്നു എന്ന് യേശു പറയാനിടയായി. ആ ക്ഷണത്തിൽ അവരെല്ലാം പിറകോട്ട് വീഴുവാനിടയായി. അവിടെ നിന്ന് യേശുവിനെ അവർ പിടിക്കുകയാണ്. യേശുവിനെ അവരവിടെ നിന്ന് യേശുവിനെ പിടിച്ചു കെട്ടി കയ്യഭാവിന്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നു. ന്യായാധിപന്മാരുടെ ഇടയിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നു. വിസ്താരങ്ങളൊക്കെ നടത്തുന്നു. ഒടുവിലായി ഞാൻ വേഗത്തിൽ പറയട്ടെ, യേശു ക്രിസ്തുവിനെ പീലാത്തോസിന്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഉണ്ട്, അതെ ഞാനാകുന്നു എന്ന് യേശു കർത്താവ് പറയുവാനിടയായി. ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് യേശു ഏറ്റു പറയുവാനിടയായി. ഏറ്റുപറഞ്ഞ യേശുവിനെ ജനത്തിന്റെ നടുവിൽ നിർത്തി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഉത്സവത്തിന്റെ നാളിൽ ഞങ്ങൾ ഒരാളെ വിട്ടുതരിക പതിവുണ്ടല്ലോ, നിങ്ങൾക്ക് ആരെ വേണം? ബറാബാസിനെ വേണോ, യേശുവിനെ വേണോ? അവരാക്രോശിച്ചു, യേശുവിനെ ക്രൂശിക്കാം, യേശുവിനെ ക്രൂശിക്കാം, യേശുവിനെ ക്രൂശിക്കാം. ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. എന്റെ പ്രിയമുള്ളവർ, ഈ ലോകത്തിന് ആവശ്യം കള്ളനും കൊലപാതകയും കവർച്ചക്കാരനുമായ ആളുകളെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആവശ്യം യേശുവിനെ അല്ലേ? അവരങ്ങനെ നിലവിളിച്ചു. യേശുവിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശു ക്രിസ്തുവിനെ അവർക്ക് വിട്ടുകൊടുക്കുവാനിടയായി. യേശു ക്രിസ്തുവിനെ വിട്ടുകൊടുത്തു. യേശുവിന്റെ കന്നത്തടിച്ചു. അവനെ ചാട്ടവാറ് കൊണ്ടടിച്ച് അവന്റെ പുറം മുഴുവജാല് പോലെ കീറുവാനിടയായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വികൃത രൂപനായി തീർന്നു. രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതെ ഇരുന്നു. അവരവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും യേശു ആ പങ്കപ്പാടുകളെല്ലാം സഹിക്കുവാനിടയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ വീണ്ടും എഴുന്നേറ്റും ഗോൽഗോഥായിലേക്ക് നടന്നു പോകുവാനിടയായി. ഗോൽഗോഥായിലേക്ക് നടന്നു പോകുമ്പോൾ അവനെ ഒടുവിലായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ മരക്കുരിശിൽ തറപ്പിക്കുവാനിടയാണ്. ദൈവം പോലും ഒരു നിമിഷം മുഖം തിരിച്ച സമയത്ത് സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തെ യേശു ചുമന്ന് കാൽവരി മലമുകളിൽ ക്രൂശിന്മേൽ കയറുവാനിടയാണ്. ആ ക്രൂശിന്മേൽ കയറിയ യേശു തന്റെ അവസാന തുള്ളി രക്തം വരെയും മാനവകുലത്തിന് വേണ്ടി ഊറ്റിത്തന്നു. എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി തീർന്നു. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു പാപ പരിഹാര ബലിയായിരുന്നു. ഈ രാത്രി സന്ദേശം കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ യാഗമായി തീർന്നത്. താങ്കളുടെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി തീർന്നത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ കഴിയുമോ? യേശുവിന്റെ കാൽവരി ചുവട്ടിലേക്ക്, യേശുവിന്റെ പാദാന്തിക്ക് ഇന്ന് രാത്രി നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുമോ? ഈ രാത്രി എത്ര പേർക്ക് അതിനാഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന ആമേൻ പുറത്തുള്ള ബഹുമാനിയായ പ്രിയമുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, നിനക്ക് വേണ്ടി യേശു കാൽവരിയിൽ പരമയാഗമായി തീർന്നു. നിനക്ക് വേണ്ടി യേശു അടിയേറ്റു. നിനക്ക് വേണ്ടി യേശു നിന്നെ സഹിച്ചു. നിനക്ക് വേണ്ടി യേശു കർത്താവ് തന്റെ ദൈവത്വം ഒഴിഞ്ഞു വെച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ അരികിലേക്ക്, ക്രൂശിതനായ യേശുവിന്റെ അരികിലേക്ക്, ചോരയാൽ കുതിർന്നു നിൽക്കുന്ന ആമേൻ സ്വത്രം മാംസത്തുണ്ടുകൾ ചിതറി നിൽക്കുന്ന ആമേൻ ഹാലലൂയ മുൾമുടി ചൂടി നിൽക്കുന്ന യേശുവിന്റെ അരികിലേക്ക്, ദൈവയോടെ നിൽക്കുന്ന യേശുവിന്റെ അരികിലേക്ക് ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കൊന്ന് കടന്നു വരുവാൻ കഴിയുമോ? നിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി, നിന്റെ ശാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി, നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട, നിനക്ക് വേണ്ടി അടിയേറ്റ, നിനക്ക് വേണ്ടി നിന്നെ സഹിച്ച യേശുവിന്റെ അരികിലേക്ക് ഇന്ന് രാത്രി നിനക്ക് കടന്നു വരുവാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് താങ്കളോടാണ് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്.
നിനക്കൊരവസരം ഈ ഭൂമിയിൽ ഇനി ശേഷിച്ചത് വരത്തില്ല. ഇന്ന് രാത്രി നീ കിടന്നുറങ്ങ്. രാവിലെ നിനക്ക് ഉണരുവാൻ കഴിയുമോ എന്ന് നിനക്കറിയത്തില്ല. പലരും ലോകത്തിൽ നിന്ന് മരണമായി മാറ്റപ്പെട്ടു പോയതുപോലെ ഈ അമേൻ സ്വത്രം ഒരുപക്ഷെ ഈ പ്രമാണം നിനക്ക് കാണുവാൻ കഴിയുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുവിന്റെ അരികിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. എല്ലാ പ്രിയമുള്ളവരും ഒരു നിമിഷം കഥാചിടങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്നും എടുക്കാം. ആ കാൽവരിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. യേശുവിന്റെ നോട്ടം നമ്മുടെ മീതെയുണ്ട്. യേശു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. യേശു നമ്മളെ കരുതുന്നു. യേശു നമുക്ക് വേണ്ടി തന്റെ ജീവിതത്തെ നൽകി തരുവാനിടയായി. 33 തിരുവയസ്സിൽ തന്റെ നല്ല യൗവനകാലത്ത് യേശു ക്രിസ്തു തന്റെ യൗവന രക്തം മുഴുവനായി അവസാന തുള്ളി ചോര വരെ അവൻ നമുക്ക് വേണ്ടി അവൻ കാൽവരിയിൽ ഒഴുക്കിയെങ്കിൽ ഇന്ന് രാത്രി അത് കാണാതെ പോകല്ലേ. ഇന്ന് രാത്രി നീ അത് അറിയാതെ പോകരുതേ. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ വീട് ജീവിച്ച് 3.5 കൊല്ലം പാർത്തലത്തിൽ ശുശ്രൂഷ ചെയ്ത് കാൽവരിയിൽ നീ ഇപ്പോ കാണുന്നത് പോലെ ആമേൻ കണ്ടുകളന്മാരുടെ നടുവിൽ യേശു കിടക്കുന്നത്, ആ ചോര ഒലിച്ച് കിടക്കുന്നത്, ആ മാംസം വേലിത്തിരിച്ച് കിടക്കുന്നത്, കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ കിടക്കുന്ന ആ യേശുവിനെ ഒരു നിമിഷം ഒന്ന് നോക്കൂ. അങ്ങേക്ക് വേണ്ടിയാ മാതാവേ, അങ്ങേക്ക് വേണ്ടിയാ പിതാവേ, അങ്ങേക്ക് വേണ്ടിയാ യേശു ഈ പങ്കപ്പാട് ശ്രദ്ധിച്ചത്. നീ നിത്യനരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാ, നീ പാപക്കുഴിയിൽ ആണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാ നിന്റെ പാപത്തെ മുഴുവനായി യേശു വഹിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പാപത്തെ സ്നേഹിപ്പാൻ ജാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ജാനിനി പോകുമോ? ദൈവത്തിൽ പൈതലായി ജീവിക്കും. യേശുവിന്റെ പൈതലായി ജീവിക്കുവാൻ നിനക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? ദൈവത്തിൽ പൈതലായി യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ജീവിക്കും. തീരുമാനമെടുക്കുന്ന എത്ര പേര് രാത്രി വിടുന്നുണ്ട്. ഇന്നുവരെ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവസാനത്തെ അവസരമാണ്. പ്രസാദകാലം വിളിക്കുക. ഇന്നുവരെയും എനിക്ക് യേശുവിനെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ താങ്കൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവേ, അതേ പ്രിയമുള്ളവരെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ യേശുവിന് വേണ്ടി യേശുവിനെ കർത്താവിന്റെ ഇന്ന് രാത്രി മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഭവനത്തിന്റെ തിണ്ണയിൽ ഇടവഴികളിൽ നിൽക്കുന്ന വ്യക്തികളെ യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി വലിയ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വലിയ പ്രതിസന്ധിയുടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവദാസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വരാം. മടിയുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ നിൽക്കാം.
സഖായി മുമ്പോട്ട് കടന്നു വന്നതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ വലിയ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ ഭവനത്തിൽ വലിയ പ്രതിസന്ധികളാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ തീരാ രോഗത്തിന് അടിമയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വരാം. ഇനി അതല്ല, അതേ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനേ കഴിയൂ, ഞങ്ങളുടെ സാഹചര്യം അതേ അനുവദിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയരട്ടെ, നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഇന്ന് രാത്രി തെരുവോരങ്ങളിൽ, ഭവനാന്തരഭാഗങ്ങളിൽ, വരാന്തകളിൽ, വീഥികളിൽ നിന്നീ സന്ദേശം കേട്ടവരുണ്ട്. ആരുടെയൊക്കെയോ ഹൃദയത്തിൽ ഈ സന്ദേശം ആഴത്തിൽ വേരൂന്നിട്ടുണ്ട്. ഈ രാത്രി നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചില ഭാവികൾ കൂടി മാനസാന്തരപ്പെടുന്ന രാത്രിയായി തീരട്ടെ. ചിലരുടെ പേര് കൂടി ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. നരകത്തിന്റെ അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കയറി വരുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ചില നിമിഷങ്ങൾ ഈ സുവിശേഷ യോഗ നിമിത്തം ഇവിടെ ഉണ്ടാകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കടബാധ്യതയിലൂടെ കടന്നുകൊണ്ടിരിക്കുക, കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പൊ അങ്ങയുടെ സന്ദേശം കേട്ട ഭവനത്തിനകത്തിരുന്നവർ, കർത്താവിന്റെ തെരുവോരങ്ങളിൽ, വീഥികൾ, വഴിത്താരകളിൽ, വരാന്തകളിൽ എന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിതത്തെ കൈമാറുന്ന, യേശുവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരുടെ പ്രാർത്ഥനയെ കേൾക്കണമേ, അവരുടെ ഹൃദയവിചാരത്തെ അറിയണമേ, അവരുടെ മനസ്സിന്റെ നൊമ്പരത്തെ നീ അറിയണമേ, അവരുടെ വേദന നീ അറിയണമേ. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കത്തുന്ന നരകത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് യേശുവിൻ നാമത്തിൽ ഞങ്ങളവരെ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു, ആത്മാവിന്റെ അധികാരത്തോടെ. അപ്പാ, ഞങ്ങൾ വീണ്ടും രോഗികളായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. പല പല ഹോസ്പിറ്റലുകൾ കടന്നുപോയി, പല പല നേർച്ചകാഴ്ച വഴിപാടുകൾ ചെയ്തു. രോഗത്തിനൊരു ശമനമില്ലാത്തവരുണ്ട്. അത്ഭുതകരമായ ദൈവപ്രവൃത്തി അങ്ങയുടെ ദാസന്മാർ, ദൈവകുഞ്ഞുങ്ങൾ നിൽക്കുന്ന ദൈവ സാന്നിധ്യമുള്ള ഈ സമയം പരിശുദ്ധാത്മാവിൽ ചലിക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മാറാ രോഗങ്ങളെ ദൈവ സൗഖ്യമാക്കണമേ, പഴകിയ രോഗങ്ങളെ ദൈവ സൗഖ്യമാക്കണമേ. ഭവനത്തിൽ കുടുംബ പ്രശ്നങ്ങളുള്ളവർ ദൈവ സമാധാനം കൊടുക്കണമേ. കർത്താവെ, നീ അവരെ ഒരുമിപ്പിക്കണമേ, ദൈവശക്തി അവരുടെ മേൽ പകരണമേ. കർത്താവെ, കടബാധ്യതയിലായിരിക്കുന്നവർക്ക് ദൈവാശ്വാസം കൊടുക്കണമേ, കടബാധ്യതകളെ ദൈവം മാറ്റുമാറാകണമേ. അപ്പായി, വലിയ മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് രാത്രി സന്ദേശം കേട്ടവരുണ്ടല്ലോ, ഒരു വലിയ സന്തോഷം, ഒരാശ്വാസം ക്രിസ്തുവിൽ അവർക്ക് നൽകണമേ. പ്രതികാലിവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായും സ്തോത്രം. അവരുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കുമാറാകണമേ. കഴിഞ്ഞ നാളുകൾ അവർ ചെയ്തതിനേക്കാൾ അധികമായി ശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അവരോട് കരുണ ചെയ്യണമേ. സ്വർഗത്തിലെ അത്യന്ത ശക്തിയുടെ അനുഭവം അവർക്ക് വീണ്ടും വർദ്ധിത വീര്യത്തോടെ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ഭവനത്തിലുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കുമായി ദൈവസന്നിധിയിൽ സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയാചന കേൾക്കുന്നോട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുവാനാകട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മാവിൽ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. സഖായി യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചു. ഈ സന്ദേശം പുറത്തുനിന്ന് കേട്ട സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവർ, നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നവരാണോ? യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാനാണോ ആഗ്രഹിക്കുന്നത്? ഈ രാത്രി നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിങ്ങൾ പകർന്നു കൊടുത്തല്ലോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ചില മിനിറ്റുകൾ വേർതിരിച്ചല്ലോ. നിശ്ചയമായും യേശു ക്രിസ്തുവിലുള്ള സകലതും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ.
സ്വത്രം ജീസസ് ലവ് ഗോസ്പൽ ടീമിൽ ആമൻ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുവാൻ കർത്താവ് അവസരങ്ങളെ തന്നതിനായി ദൈവത്തിന് നന്ദി അറിയിക്കുന്ന വിശേഷാൽ ഈ അവസരം വേർതിരിച്ചു തരുവാൻ ആമൻ ടീമിലെ പ്രിയമുള്ള ദൈവദാസന്മാരെ ദൈവം സഹായിച്ചല്ലോ. എല്ലാ ദൈവദാസന്മാർക്കും ക്രിസ്തുവിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുവാനാകട്ടെ.